അപ്പോൾ ഹലോ എവ്രി വൺ. ഞാൻ എന്തായാലും വെൽക്കമിങ് യു ഓൾ. എന്നെ മിക്കവർക്കും എന്നെ അറിയാൻ പറ്റും. എന്തായാലും ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ്ലി ഐ എം ഹന. ഞാൻ ലേൺ വൈസിലെ സൈക്കോളജി മെന്റർ ആണ്. അപ്പോ എന്താണ്, നമുക്ക് നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് ഓറിയന്റേഷൻ സെഷൻ ആണ്. ഞാൻ മുന്നേ ഇൻഫോം ചെയ്ത പോലെ തന്നെ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താണ്, നമ്മളുടെ ഒരു കോഴ്സിനെ പറ്റി, നമ്മളിപ്പം MA സൈക്കോളജിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലെ? 2 വർഷത്തേക്ക് നമ്മൾ MA സൈക്കോളജി പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഈ കോഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്, 2 വർഷത്തെ നമ്മളുടെ ഒരു സ്റ്റഡി ജേർണി എങ്ങനെയായിരിക്കും, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ സിലബസിലുള്ളത്, കണ്ടന്റ് എന്തൊക്കെയാണ്, പിന്നെ നിങ്ങൾ പഠിക്കുന്ന രീതികൾ എങ്ങനെയൊക്കെ ആയിരിക്കും, പിന്നെ എന്താണ് നിങ്ങളുടെ സിലബസും അതിന് ഓറിയന്റഡ് ആയിട്ട്, പിന്നെ ലേൺ വൈസിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഓക്കെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓരോ സെഷൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ധാരണ കിട്ടുന്നതായിരിക്കും നമ്മളുടെ ഓറിയന്റേഷൻ സെഷൻ കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ മസ്റ്റായിട്ട് നമ്മളുടെ എല്ലാ സെഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു 8ഓളം സെഷൻസ് ഉണ്ടാകും നിങ്ങൾക്ക്. ഇത് ഇൻട്രൊഡക്ഷൻ സെഷൻ ആണ്, അതായത് നമ്മളൊന്ന് പരിചയപ്പെടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഓക്കെ. അപ്പോ എന്താണ്, ഇനി വരാൻ പോകുന്നത്, ഇനി ഒരു 8ഓളം സെഷൻസ് ഇനി ഉണ്ടാകും. അപ്പൊ ഒരു 2 വീക്സിനൊക്കെ ആയിട്ടാണ് നമ്മൾക്ക് ഈ ഒരു സെഷൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ എല്ലാ സെഷനിലും എല്ലാരും മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. അപ്പോ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളുടെ ലിൻസി മാം വന്നിട്ടുണ്ട്. ഞാൻ ലിൻസി മാമിനെ ക്ഷണിക്കുകയാണ്. ഓവർ ടു യു ലിൻസി മാം. Hi, good evening all. Welcome to orientation sessions for Jan 2024 batch. അപ്പോൾ MA Jan 24 ലേണേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. മെജോറിറ്റി ഓഫ് ദി കേസസിൽ ഹന മാം ആയിരിക്കും നിങ്ങളുടെ മെന്റർ. അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവുക ഹന മാമിനെ ആയിരിക്കും അല്ലെ? അപ്പൊ ഇനി തൊട്ടിട്ട് നമ്മൾ ഓരോ പല ഫേസസും പല ആൾക്കാരും നിങ്ങൾ പരിചയപ്പെടും. നമ്മളുടെ ലാംഗ്വേജിലുള്ള ഓരോ ആൾക്കാരെയും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെന്റർഷിപ്പിലുള്ള പല മെന്റേഴ്സിനെ എല്ലാവരും നിങ്ങൾക്ക് കാണാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടാവും. അപ്പൊ നമുക്കറിയാം ഒത്തിരി പ്രതീക്ഷയോടുകൂടെ നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. നമ്മുടെ ഓറിയന്റേഷനോട് കൂടിയാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കൊരു 8ഓളം സെഷൻസ് ഉണ്ടാവും. അതിന്റെ ഫസ്റ്റ് സെഷൻ ആണ് സേ ഹലോ ടു എന്നുള്ളത്. അപ്പൊ സേ ഹലോ ടു എന്നുള്ളത് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ ക്യാമറ ഓൺ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും കൂടി ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ, കാരണം നിങ്ങളും കൂടി ക്യാമറ ഓൺ ചെയ്തിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇപ്പൊ ഹന മാമിനാണെങ്കിലും എനിക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാനും ആ ഒരു എനർജിയും പോസിറ്റിവിറ്റിയും എല്ലാം കിട്ടുക. പിന്നെ നമ്മുടെ ഫസ്റ്റ് സെഷൻ തന്നെ നിങ്ങൾക്ക് അറിയാണ്ടാവും. അതായത് സേ ഹലോ ടു എന്ന് പറയുന്നത് നിങ്ങളുടെ ബാച്ചിൽ ഇപ്പൊ നിങ്ങൾക്ക് മെന്ററെ മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. നമ്മുടെ ബാച്ച്മേറ്റ്സിനെ എല്ലാവരും കൂടി കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ സെഷൻ എന്ന് പറയുന്നത്. അപ്പോ എല്ലാവരും തമ്മിൽ കാണണം എന്നുണ്ടെങ്കിലും കൂടുതൽ പരിചയപ്പെടണം എന്നുണ്ടെങ്കിലൊക്കെ ക്യാമറ ഓൺ ചെയ്താലും നടക്കുള്ളൂ. മാക്സിമം എല്ലാവരും നമ്മളൊരു ഇൻഫോർമൽ മീറ്റിംഗ് ആണ്. നിങ്ങൾ എവിടെയായിരിക്കണം, വീട്ടിലായിരിക്കണം, എവിടെയാണെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യുക. കാരണം ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി കുറെ ഫൺസും ഗെയിംസും ഇൻഫോർമേറ്റീവ് സെഷൻസുകളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾക്കും എനർജി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ഒക്കെ കണ്ട് സംസാരിക്കുമ്പോഴായിരിക്കും. അപ്പൊ എന്റെ ഏറ്റവും വലിയ റിക്വസ്റ്റ് ആണ്, ഇനിയുള്ള എല്ലാ ഓറിയന്റേഷൻ സെഷൻസിലും നമ്മുടെ Jan 2024 ബാച്ച് എല്ലാ ലേണേഴ്സും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കണം. അപ്പൊ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇനി അങ്ങോട്ട് വരുന്ന ഗെയിംസ് ആയിക്കോട്ടെ, ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഐദർ ചാറ്റ് ചെയ്യാം, അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, സെഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫോർമൽ സെഷൻ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ പരിചയപ്പെടുക, ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. നമ്മൾ എല്ലായിടത്തും സാധാരണ റെഗുലർ കോളേജസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഓറിയന്റേഷൻ ക്ലാസ്സസ് ഉണ്ടാവും, കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതിന് സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. നമ്മൾക്ക് ഒരു ഇൻഡിവിജ്വൽ മെന്റർ ടു ലേണറിന് പകരം മൊത്തത്തിലുള്ള ബാച്ചിലർ ലേണേഴ്സിനെ കൂടുതൽ പരിചയപ്പെടാം, നിങ്ങളൊന്ന് എനർജറ്റിക് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സെഷന്റെ ഉദ്ദേശം. സോ അതിന് വേണ്ടിയിട്ട് ഓവർ ടു യു ഹന. താങ്ക് യു സോ മച്ച് ലിൻസി മാം. അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം അല്ലെ? എല്ലാരും ഓക്കെ അല്ലേ? ചാറ്റ് ബോക്സിലേക്ക് പറയൂ കേട്ടോ. എല്ലാരും ലിൻസി മാം പറഞ്ഞ പോലെ എല്ലാരും ക്യാമറ ഓൺ ചെയ്യണം. നമുക്ക് ക്യാമറ ഓൺ ചെയ്യാതെ നമുക്കൊരു അതാണ് നമ്മുടെ സെഷനിൽ ഒരു രസം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ വേയിലായി പോകും. ഓക്കെ. ഓക്കെ. രേഷ്മ,
ജെഫ്സി ജോസഫ് എന്ന് പറയുന്നത് ഓക്കെ എല്ലാ ഓക്കെ ഓക്കെ സഹദ് ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആക്കാം അല്ലെ? അതായത് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം, എല്ലാരെയും പരിചയപ്പെടണം അല്ലെ? അപ്പോ എല്ലാരും ഇപ്പൊ എന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എല്ലാരും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ ഓരോരുത്തരെ പേര് വിളിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ എന്താണ് അല്ലെ? കുട്ടികളാണെങ്കിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഓരോരാളെ പേര് വിളിക്കുക. അപ്പൊ നിങ്ങൾ വോളണ്ടിയർ ആയിട്ട് നിങ്ങൾ തന്നെ വന്ന് ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പ്ലസ് ഒരു ചെറിയൊരു ആക്ടിവിറ്റി ഞാൻ പറയാം. അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൺ എലമെന്റ് ആണ്. അതായത് നമ്മള് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മള് ഈവൻ ഇൻ കേസ് ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ നാളെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു ആനിമൽ ആവാൻ ഒരു ചാൻസ് കിട്ടുകയാണ്, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മള് ഏത് ആനിമൽ ആയിട്ടായിരിക്കും നമുക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം എന്നുള്ളത് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഞാൻ എന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ നാളെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്കൊരു ആനിമൽ ആവാനായിട്ടുള്ള ഒരു സംഭവം കിട്ടി, ഒരു പവർ കിട്ടിയെങ്കിൽ ഞാൻ ആവുന്നുണ്ടാവുക എനിക്കൊരു സിംഹം ആവാനായിരിക്കും ഇഷ്ടമുണ്ടാവുക. അതായത് ഞാനിപ്പോ എനിക്ക് സിംഹം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ നമുക്കൊരു കിങ് ആണല്ലോ അല്ലെ, കാട്ടിലെ രാജാവാണല്ലോ. അപ്പൊ അവിടെ എന്താ നമുക്ക് ആ ഒരു കിങ്ങിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടല്ലോ. സിംഹം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എന്താണ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ബ്രേവറി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കറേജിന്റെ ഒക്കെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ലയൺ എന്ന് പറയുന്നത്. ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉള്ള ഒരാളാണല്ലോ സിംഹം. അതുകൊണ്ടാണ് ഞാൻ സിംഹം പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഏത് ആനിമലിനെ വേണമെങ്കിലും പറയാം. പക്ഷെ അതൊന്ന് പറയാം, എന്തുകൊണ്ടാണ് ഞാൻ ആ ആനിമലിനെ പറഞ്ഞത് എന്നുള്ളത് കൂടി ഒന്ന് പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും ആനിമലിനെയും കൂടി പരിചയപ്പെടണം. ഓക്കെ. അപ്പൊ ഓരോരുത്തരായിട്ട് വോളണ്ടിയർ ആയിട്ട് പരിചയപ്പെടാൻ വേണ്ടി പേരും നമ്മൾ വരുന്ന സ്ഥലവും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ MA സൈക്കോളജിയിലേക്ക് വന്നത് അതൊക്കെ ഒന്ന് പറയാം. ഓക്കെ. ഞാൻ വിളിക്കണോ? ഞാൻ പറയാം. എന്റെ പേര് പ്രവീണ. ഓക്കെ. ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ആൻഡ് 10 years വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഞാൻ യൂഷ്വലി കസ്റ്റമർ ആൻഡ് ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഇപ്പൊ ഞാൻ ട്രെയിനിങ് സെക്ടറിലേക്ക് മാറി. ഇപ്പൊ ഞാൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ആണ്, കോണ്ടന്റ് റൈറ്റർ ആണ്. സോ ഞാൻ വിചാരിച്ചു ഞാൻ ഡീൽ ചെയ്യുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ് ആയതുകൊണ്ട് ഇൻഡസ്ട്രി സൈക്കോളജി പഠിച്ചാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് ട്രെയിനിങ് എടുക്കാൻ പറ്റുന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തത്. സോ ഫാർ എക്സ്പീരിയൻസ് ഇസ് വെരി ഗുഡ്. ഞാൻ വീഡിയോ സെഷൻസ് ഒക്കെ കാണുന്നുണ്ട്. ഫസ്റ്റ് ആഷ്ന വെൻറ്ററായിട്ട് ഒരു മീറ്റ് ചെയ്തിരുന്നു. സോ ഫാർ എവറിത്തിങ് ഇസ് ഗോയിങ് ഗുഡ്. ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ആൻഡ് ഓക്കെ, ആനിമൽ ബേർഡ് മതിയോ? ആനിമൽ തന്നെ വേണോ? മതി ബേർഡ് മതി. സോ ഇഫ് ഐ വാണ്ട് ടു ബിക്കം എ ബേർഡ്, എനിക്ക് കാക്ക ആവാനാണ് ഇഷ്ടം. ഓക്കെ. കാക്ക എന്ന് പറയുമ്പോൾ ഭയങ്കര ഫ്രീഡം ആണ്, എങ്ങോട്ട് വേണമെങ്കിൽ പറന്നു പോവാം. ഓക്കെ. ഭയങ്കര ബുദ്ധിയാണ്. ഓക്കെ. ഭയങ്കര അലേർട്ട് ആണ്. അത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല, ആരും പിടിച്ച് കൂട്ടിലിടില്ല. അതെ. ഫുൾ ഫ്രീഡം. അപ്പൊ ആനിമൽ ഒരു കാക്ക നാളെ എണീറ്റ് ഒരു കാക്കയാവണെങ്കിൽ വെരി ഹാപ്പി. ഓക്കെ. താങ്ക് യു പ്രവീണ. യെസ്, വെൽക്കം. ഓക്കെ. നെക്സ്റ്റ് ആരാണ് വരുന്നത്? ഞാൻ ഹൈദർ അലി. പറഞ്ഞോളൂ. ഹൈദർ അലി. മലപ്പുറം നിലമ്പൂരാണ് സ്വദേശം. ഞാനൊരു MBA HR കഴിഞ്ഞ ആളാണ്. ട്രെയിനിങ് ഫീൽഡിൽ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഒരു സൈക്കോളജിയും കൂടെ ചെയ്യണമെന്ന് കുറച്ചായി ആഗ്രഹിക്കുന്നു. That's all. My animal is cat. Because I like cat very much. Okay. ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ്. Yes. അതെ. ഓക്കെ. Thank you. താങ്ക് യു. കാറ്റിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ഫീച്ചർ കണ്ടിട്ടാണോ ഇഷ്ടായെന്ന് തോന്നിയത്? അല്ല, ഞാൻ എന്ത് പറഞ്ഞത് കേട്ടില്ല. എന്തെങ്കിലും ഫീച്ചേഴ്സ് കണ്ടിട്ടാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാറ്റ് എന്ന് പറയാൻ റീസൺ? അല്ലല്ല, എനിക്ക് ഇഷ്ടമുള്ള ഒരു മൃഗം ആയതുകൊണ്ട് മാത്രമാണ്. കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. ഹായ് ഗൈസ്, എൻ്റെ പേര് അമൃത. ഞാൻ BSc സൈക്കോളജി കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണ്.
ഞാൻ സെന്റ് തെരേസാസിലാണ് പഠിച്ചത്. ഓക്കെ ആൻഡ് MA സൈക്കോളജി എടുക്കാനുള്ള കാരണം എനിക്ക് MSc എടുക്കണമെന്നായിരുന്നു. പക്ഷെ ഞാൻ അല്ലാത്ത കുറച്ച് ക്ലാസ്സസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ MScക്ക് ഞാൻ വേറെ കോളേജിൽ പോയി പഠിച്ചാൽ എനിക്ക് ടൈം മാനേജ്മെന്റ് ഉണ്ടാവില്ല ഫസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ MA എടുത്തത്. ആൻഡ് ഇപ്പൊ ഒരു ആനിമൽ ഇപ്പം ചോദിച്ചതിന് ഉത്തരം പറയുകയാണെങ്കിൽ എനിക്കൊരു ഡോഗ് ആകാനാണ് ഇഷ്ടം. ബിക്കോസ് ഡോഗ് ഭയങ്കര ലവബിൾ ആണ് ആൻഡ് ആൾക്കാരെ ലൈക്ക് ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. നമ്മള് തിരിച്ച് നമ്മൾ അങ്ങോട്ട് ആ ഡോഗിനെ സ്നേഹിച്ചാൽ തിരിച്ച് ആ ഡോഗ് ഇങ്ങോട്ട് അതേ റെസ്പെക്റ്റും സ്നേഹം തന്നെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കാരണം എനിക്കൊരു ഡോഗ് ആവണം എന്നാണ് താല്പര്യം. മാം ഹലോ, ഞാൻ രേഷ്മ. ഞാൻ സ്പീച്ച് തെറപ്പിസ്റ്റ് ആയിട്ട് മാൽഡീവ്സിൽ വർക്ക് ചെയ്യാണ്. സൈക്കോളജി MAക്ക് ചേരാൻ എനിക്ക് കുറെ റീസൺസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഞാൻ ഡിപ്രഷൻ കൂടെ കടന്നുപോയി. ഭയങ്കര രസമായിട്ട് എനിക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി. അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടും അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് തോന്നി ഈ മുറിവേദിന ആളെ കൊല്ലും എന്ന് പറയും പോലെ ഇതിനെ കുറിച്ചൊന്ന് മുഴുവനായിട്ട് അറിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് കൗൺസിലറുടെ കാശെങ്കിലും ലാഭിക്കാലോ എന്ന് കരുതി. പിന്നെ എനിക്കൊരു ഒരു മൈൻഡ് പവർ ട്രെയിനർ ആ ഒരു രീതിയിലൊക്കെ വരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് എന്റെ പ്രൊഫഷൻ സ്പീച്ച് തെറപ്പി ഭയങ്കര ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് വിട്ടിട്ട് എനിക്ക് പോയിട്ട് ജോലി ഇത് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഡിസ്റ്റന്റ് ആയിട്ട് ചേർന്നു. പിന്നെ എനിക്ക് ആവാൻ ഇഷ്ടം എന്ന് പറയുമ്പോൾ എനിക്ക് കാറ്റ് തന്നെയാണ് എന്റെ ആൻസർ. അതെന്താന്ന് വെച്ചാൽ കാറ്റ് ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ കാറ്റിന്റെ ആവശ്യങ്ങൾ കറക്റ്റ് ആയിട്ട് കാറ്റ് കരയുന്നു, സംഭവങ്ങൾ ആവശ്യമുള്ള ഫുഡ് മേടിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നു. ഞാനത് ചെയ്തു എന്ന് കരുതിയിട്ട് ഞാൻ ആർക്കും അടിമപ്പെടാൻ തയ്യാറല്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് കാറ്റിനുണ്ട്. ഇപ്പൊ ഡോഗ്സ് ആണെങ്കിൽ പെട്ടെന്ന് ഇമോഷണലി അവര് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവും. അപ്പോ ഈ മറ്റുള്ളവർ എത്ര ചെയ്താലും അവരുടെ സെൽഫ് ലവ് സാധനങ്ങളൊന്നും അവർക്ക് അത്ര പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. കാറ്റ്സ് സെൽഫ് ലവിന്റെ ഒക്കെ എക്സ്ട്രീം ടീമാണ്. അതുകൊണ്ട് എനിക്ക് അതാണ് ഇഷ്ടം. അത്രയും. അത് ശരി. ശരി ശരി. ഓക്കെ, താങ്ക് യു രേഷ്മ. ഇപ്പൊ മാൽഡീവ്സിലാണ് ഉള്ളത്? അതെ അതെ, ഞാൻ മാൽഡീവ്സിലാണ് ഉള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. താങ്ക് യു രേഷ്മ. താങ്ക് യു. നെക്സ്റ്റ് ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. എന്റെ പേര് ജയരഞ്ജിനി. ജയരഞ്ജിനി എന്റെ സ്ഥലം എറണാകുളമാണ്. ബേസിക്കലി ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ മെഡിക്കൽ ബയോകെമിസ്ട്രി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പല ഫീൽഡും ഒക്കെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമാണ് ഈ സൈക്കോളജി കോഴ്സ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഫേസ്ബുക്കിൽ ഇതിന്റെ ആഡ് കണ്ട് സംസാരിച്ച് ഇതിലിങ്ങനെ ജോയിൻ ചെയ്തതാണ്. ഇഷ്ടമുള്ള ആനിമൽ ഹോഴ്സ് ആണ്. രാവിലെ എഴുന്നേറ്റ് ഫിസിയോതെറാപ്പി. ഹോഴ്സ് കുതിരയില്ലേ, കുതിര. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആനിമലാണ് ഹോഴ്സ്. രാവിലെ എഴുന്നേറ്റ് എക്സർസൈസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഒരു ഹോഴ്സ് പവർ, എല്ലാ പവറും ആ ഒരു ഹോഴ്സിനെ ബേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു 10 കിലോമീറ്റർ റൗണ്ട് അടിക്കാൻ ഹോഴ്സിനൊക്കെ നല്ല സുഖമായിട്ട് സാധിക്കും. ആ ഒരു എനർജി ലെവൽ ഞാൻ റിയലി ലൈക്ക് ദാറ്റ് എനർജി. അതുകൊണ്ടാണ് എനിക്ക് രാവിലെ ഹോഴ്സ് എന്നുള്ള ഒരു തോട്ട് വന്നത്. ഓക്കെ, നമുക്ക് ഹോഴ്സ് ഉണ്ട്, കാറ്റ് ഉണ്ട്, കാക്ക ഉണ്ട്, അല്ലെ? കുറെ ആനിമൽസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഇൻട്രൊഡക്ഷന് മുന്നായിട്ടൊരു ഗെയിം കണ്ടക്ട് ചെയ്താലോ? എന്ത് പറയുന്നു എല്ലാരും? എല്ലാവരും ഓഫ് ചെയ്ത് പോയോ ക്യാമറയൊക്കെ? നമുക്ക് ഒരു ഗെയിം കണ്ടക്ട് ചെയ്താലോ? എല്ലാവരും റെഡി ആണോ? ഓക്കെ, സോ എല്ലാവരും ഒന്ന് തംസ് അപ്പ് കാണിക്കാം. നിങ്ങൾക്ക് താഴെ റിയാക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കുറെ റിയാക്ഷൻസ് ഉണ്ടാവും. കുറെ ഇമോജീസ് ഒക്കെ നമ്മൾ സാധാരണ വാട്സാപ്പിലൊക്കെ ഇപ്പൊ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാപ്പ് ചെയ്യാം, സ്മൈൽ ചെയ്യാം, ഇമോഷൻസ് വെച്ചിട്ട്. ഓക്കെ, എല്ലാരും ട്രൈ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഓക്കെ ആണോ എല്ലാരും? ഓൾറെഡി എല്ലാരും റെഡി ആണെങ്കിൽ ഒന്ന് തംസ് അപ്പ് കാണിക്കോ? സ്ക്രീനിൽ ഒന്ന് കാണിക്കോ? റെഡി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം കേട്ടോ. ആരാണ് ഏറ്റവും നന്നായിട്ട്? ഹന മാം പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് നമ്മൾക്ക് ഓറിയന്റേഷന്റെ 8 സെഷൻസ് ഉണ്ട്. എല്ലാ സെഷൻസും നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമുക്കുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഏറ്റവും നന്നായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്മളൊരു ബെസ്റ്റ് പെർഫോമർ നിങ്ങളുടെ ബാച്ചിൽ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും ബെസ്റ്റ് പെർഫോമേഴ്സ് ആവാൻ വേണ്ടി ട്രൈ ചെയ്തോളൂ. ഓക്കെ, സോ ഓവർ ടു ഹന മാം. വി കൻ സ്റ്റാർട്ട് ദിസ്. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് പിടികിട്ടിയോ എന്തെങ്കിലും? സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഗെയിമാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഗെയിം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക്
നമ്മൾ ഒരു പിക്ചേഴ്സ് കാണിച്ചു തരും. ആ പിക്ചറിൽ കുറച്ച് സൂചനകൾ ഉണ്ടാവും, സിനിമയുടെ പേരിന്റെ സൂചനകൾ ഉണ്ടാവും. ആ സൂചനകൾ വെച്ചിട്ട് ഏത് സിനിമയുടെ പേരാണ് എന്നുള്ളത് നിങ്ങൾ പറയണം. ഫസ്റ്റ് പറയണം കേട്ടോ. ആരാണ് ഫസ്റ്റ് പറയുന്നത്? ഒരു മുത്തശ്ശി കഥ. ഒരു മുത്തശ്ശി കഥ. ആരോ പറഞ്ഞു? രേഷ്മ. രേഷ്മ. രേഷ്മ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആരാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞതെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആദ്യം തന്നെ ചാറ്റ് ബോക്സിൽ ടെക്സ്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്ക്രീൻ കാണിക്കുന്നോട്ട്. ഓക്കെ, സിയോ യാ, ലെറ്റ്സ് ഹാവ് ദ നെക്സ്റ്റ് സ്ക്രീൻ. ഒരു മുത്തശ്ശി കഥ. ഓക്കെ, ഇനി രണ്ടാമത് ഗസ് ചെയ്യൂ, ഇത് ഏതാണ് മൂവി എന്നുള്ളത്? ആരാണ് ആദ്യം ചാറ്റ് ബോക്സിൽ പറയാ? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു വട്ടം മണവാട്ടി. പറഞ്ഞിട്ടുണ്ട്. ഷാരോൺ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇരുവട്ടം മണവാട്ടിയാണത്. ഓക്കെ, രേഷ്മ പറഞ്ഞിട്ടുണ്ട് ഇരുവട്ടം മണവാട്ടി. ഒന്നല്ല, രണ്ടാണ്. ഓക്കെ, ആരോ ഒരാള് ഒരു കൈയെ കണ്ടുള്ളൂ, രണ്ടാമത്തെ കൈ കണ്ടില്ല. ഒരു കൈയെ കണ്ടുള്ളൂ. ഓക്കെ, അത് ഇരുവട്ടമായിരുന്നു, രണ്ട് കൈയായിരുന്നു, ഒന്നല്ലായിരുന്നു. ബി വെരി കെയർഫുൾ. മാം, ഈ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ, അതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല ആരാ മെസ്സേജ് അയക്കണേന്നല്ല, മനസ്സിലാവില്ല, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, കെയർഫുള്ളി നിങ്ങൾ പിക്ചർ ഒബ്സർവ് ചെയ്യണം. ഓക്കെ, ഒരു അക്ഷരം പോലും തെറ്റരുത്. ഓക്കെ, വേർഡ് തെറ്റാതെ നോക്കണേ. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് ഹാവ് ദ നെക്സ്റ്റ് സ്ലൈഡ്. പൂമരം. അതിന് കുറെ പേര് പറയാം. ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ പൂമരാണോ എന്നുള്ളത്. ഓക്കെ, യാ, പൂമരമാണ്. ആദ്യം ആരാണ് പറഞ്ഞത്? ഹന മാം? രേഷ്മ. അല്ല, രേഷ്മ. I think so. Jeffsy Joseph. Yeah. Congratulations. Yeah. Can we have the next slide? Yeah. Okay, guess you. അതാരാ? Okay, Gayatri. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. നൂഹ പറഞ്ഞിട്ടുണ്ട്, ടൈപ്പ് ചെയ്തിട്ടുണ്ട്. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. ഷാരൺ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള മൂവിയാണല്ലേ? എല്ലാവർക്കും പിക്ചർ റെക്കഗ്നേഷൻ നന്നായിട്ടുണ്ട്. അതെ, പിക്ചർ റെക്കഗ്നൈസ് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും. ഓക്കെ, സിമ്പിൾ ആയി പോയല്ലേ? സോ ഇതെന്താണ്? ഓക്കെ, പ്രിയങ്ക പെട്ടെന്ന് ചാടി വരാണ്. ചാടി. ഓക്കെ, ഷാരോൺ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ചാറ്റ് ബോക്സിൽ ഷാരോൺ ആണ് കാണുന്നത്. ബാക്കിയുള്ളവരും പറയാട്ടോ. എനിക്ക് കുറച്ച് ആൾക്കാർ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരും പറയാം. അത് ഗസ് ചെയ്യൂ. നമുക്കറിയാം സൈക്കോളജി സ്റ്റുഡൻസ് ആണ് നമ്മൾ. പെർസെപ്ഷനും സെൻസേഷനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ്. റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ യാ, ഹണി ബീ ഇറ്റ്സ് കറക്റ്റ് ആൻസർ. യാ, ലെറ്റ്സ് സീ ദ വാട്ട്സ് നെക്സ്റ്റ് വൺ. She taxi. Yeah. പ്രവീണ ടൈപ്പില് ചാറ്റില് പ്രവീണ. ഓക്കെ, ഭയങ്കര ആക്റ്റീവ് ആണോ നിങ്ങൾ? പെട്ടെന്ന് കാണിക്കുമ്പോ ഇത്ര സിമ്പിൾ ആണല്ലേ? ആൻസർ വരുന്നത്. രണ്ട് പിക്ചേഴ്സ് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. യാ, ദ ആൻസർ ഇസ് ഷീ ടാക്സി. യാ, കൺഗ്രാറ്റുലേഷൻസ്. യാ, നമ്മുടെ ബ്രില്യന്റ് സ്റ്റുഡന്റ്. Can we have the next slide? Yeah. അതെന്താ ആരും പറയുന്നത്? ഓക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കൺഫ്യൂഷൻ ആയി തോന്നുന്നുണ്ട് എല്ലാവർക്കും. അമൃത ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഫിലിപ്സ് ആൻഡ് മങ്കി പെൻ. ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ. അമൃത, നൂഹ ചെയ്യുന്നത് കുറച്ച് ഫിലിപ്സിന് അടിക്കുമ്പോ ഫിലിപ്പീൻസ് എന്നൊക്കെ പറയാ. ഓക്കെ, അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, ഇതെനിക്ക് കുറച്ച് ടൈം എടുത്തു തോന്നുന്നുണ്ട് കമ്പാരിറ്റീവ് എല്ലാത്തിനേക്കാളും. ഓക്കെ, ഇത് ഏതാണ്? കുറെ പേര് പറഞ്ഞു. യാ, ഗദ്ദാമ. ഓക്കെ, യാ, സോ ഇറ്റ്സ് കറക്റ്റ് ആൻസർ. യാ, ഇത് ഏതാണ് ഈ മൂവി? ഓക്കെ, നമുക്കറിയാം നമ്മളുടെ ഇവിടെ ഗ്രൂപ്പിൽ പല ടൈപ്പ് ഓഫ് ലേണേഴ്സ് ഉണ്ട് അല്ലെ? നമ്മളിപ്പോ നിങ്ങൾ തന്നെ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ അറിയാം പല ഏജ് ഗ്രൂപ്പിലുള്ള ലേണേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാ പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ മൂവീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ഏതാണിത്? ഇരട്ട കുട്ടികളുടെ
എല്ലാരും മൂവിയെ കാണുന്ന ആൾക്കാരാണ്. ദിസ് വൺ കിളിച്ചുണ്ട മാമ്പഴം. കിളിച്ചുണ്ട മാമ്പഴം. കിളിച്ചുട മാമ്പഴം. കിളിച്ചുണ്ട മാമ്പഴം. ഓക്കെ യാ. ഓക്കെ, ഇത് ഏതാണ്? പുലിവാൽ കല്യാണം. പുലിവാൽ കല്യാണം. പുലിവാൽ കല്യാണം, പുലിമുരുകൻ, പല ആൻസേഴ്സ് വരുന്നുണ്ടല്ലോ. പുലിമുരുകനാണോ? No, it's confirmed. കല്യാണം. പുലിവാൽ കല്യാണം. ഓക്കെ സോ വാട്ട്സ് കറക്റ്റ് ആൻസർ? പുലിവാൽ കല്യാണം. പുലിവാൽ പുലി കല്യാണം. വാലും കല്യാണം ഉണ്ടായിരുന്നു. ഓക്കെ സോ ഇത് ഏതാണ്? കൊമ്പത്ത്. തേന്മാൻ കൊമ്പത്ത്. പ്രിയങ്ക എല്ലാ മൂവീസും കാണാറുണ്ടോ വരുമ്പോ തന്നെ? ആരാണ് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ആക്ടറും ആക്ട്രസ് ആരാണ്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, എല്ലാ മൂവിയും കാണും വരുന്ന. സിനിമ എല്ലാം കാണും. ഇപ്പത്തെ ഒന്നും ഓക്കെ, അപ്പൊ നമ്മുടെ ആപ്പിൽ വരുന്ന വീഡിയോസും എല്ലാം കാണൂലോ? ഞാൻ കാണാം. ഓക്കെ ഓക്കെ സോ യാ നെക്സ്റ്റ് വൺ. വെൽക്കം ടു സെൻട്രൽ ജയിൽ. യാ നമുക്ക് നോക്കാം ആൻസർ ഏതാണ്. യാ വെൽക്കം. അതെ, വെൽക്കം ടു സെൻട്രൽ ജയിൽ. സോ നമുക്ക് ലാസ്റ്റ് വൺ ഒരെണ്ണം കൂടി നോക്കാം, അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് ഇത്. ഏതാണ്? പഞ്ചാബി ഹൗസ്. പഞ്ചാബി ഹൗസ്. പഞ്ചാബി ഹൗസ്. വേറെ എന്തെങ്കിലും ഗസ്സസ്? യാ ഇറ്റ്സ് കറക്റ്റ് ആൻസർ. പഞ്ചാബി ഹൗസ്. ഓക്കെ സോ എല്ലാവർക്കും ഇഷ്ടമായോ ഗെയിം? എവരിവൺ എൻജോയ്ഡ് ഇറ്റ്? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കൂ. ഓക്കെ, ഈ രേഷ്മയ്ക്ക് ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ. രേഷ്മ, സുജാത, ഷെർലി, എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ. വീഡിയോ ഓൺ ചെയ്ത് കാണട്ടെ നിങ്ങളൊക്കെ ഒന്ന്. നിഖില, വെരി ഗുഡ്. അഞ്ജു, എല്ലാരും. അപ്പൊ എല്ലാവരും ഇങ്ങനെ വെറുതെ ഓഫ് ചെയ്ത് വെച്ചേക്കാണല്ലേ? ഓക്കെ, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് എല്ലാരും വിളിക്കണം അല്ലെ? വിളിച്ചാലാണ് എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്യുള്ളൂ. ഇപ്പൊ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തല്ലോ. ഓക്കെ, വെരി ഗുഡ്. അന മാം, നമുക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻസ് കൂടി ഉണ്ടല്ലേ? നമ്മളിപ്പോ കുറച്ച് ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇൻട്രൊഡക്ഷൻ വോളണ്ടിയർ ആയിട്ട് ആരാണ് വരുന്നത്? ഇനി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ആനിമലിന്റെ കാര്യം മറന്നു പോവരുത്. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. എന്റെ പേര് നിഖില. ഞാൻ നിലമ്പൂരാണ്. മലപ്പുറത്ത് നിലമ്പൂരാണ്. കേൾക്കുന്നില്ലേ? കേക്കാം. ഓക്കെ. പിന്നെ ഞാൻ എംകോം കഴിഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ MSc അല്ല, സൈക്കോളജീന്റെ ഇഷ്ടം കൊണ്ട് വന്നതാണ്. പഠിക്കാനൊരു സൈക്കോളജി പറഞ്ഞൊരു ഇഷ്ടം തോന്നിയപ്പോ പഠിക്കാൻ വിചാരിച്ചു. അതെ, അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടി ഒരു മോട്ടിവേഷൻ ആട്ടോ. ഒരു ഓൾറെഡി ഒരു PG ഉണ്ട്, ഇനി അടുത്ത PG കൂടിയാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. പിന്നെ എനിക്ക് കുയിലാവാനാണ് ഇഷ്ടം. കുയിലായിട്ട് പാട്ട് പാടുവോ? കുറച്ചൊക്കെ പാടും, പക്ഷെ കുയില് പാടുന്നത് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ ഫ്രീ ആയിട്ട് പറന്ന് നടക്കും, അതൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് 2 ലൈൻ ഓഫ് സോങ് ഏതെങ്കിലും ഒരു പാട്ട് 2 ലൈൻ പാടാം വേണ്ടിട്ട്. ഓക്കെ പാടാം. വെരി ഗുഡ്. എന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം, പൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങും സ്നേഹതീരം, പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. അതുപോലെ. എല്ലാരും നല്ലൊരു കൈയടി കൊടുത്തേ. വീഡിയോ ഓൺ ചെയ്ത് നിൽക്കുന്നവരൊന്ന് കൈയടിച്ച്. ഫസ്റ്റ് സെഷനില് ആദ്യമായിട്ട് പാട്ട് പാടുമെന്ന് ഞാൻ ചോദിച്ചു. പാട്ട് പാടി. അതൊരു ഭയങ്കര ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ് കേട്ടോ. ലൈക്ക് ടു നാം ശരിക്കും കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം. സോ എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കുക. ആത്മാർത്ഥമായിട്ട് കൺഗ്രാറ്റുലേഷൻ. എല്ലാവരും കൈയടി കൊടുക്കണം. സോ താങ്ക് യു നിഖില. നിഖില, നമുക്കിവിടെ നിങ്ങൾക്ക് കുറെ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻസും അതിനൊക്കെ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ. സോ ഇനി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? നേരത്തെ അഞ്ജു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. പറയാൻ പറ്റും. എന്റെ പേര് അഞ്ജു ആനന്ദ്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്.
സംസാരിക്കുന്നത്. ഞാനിപ്പോ ചൈൽഡ് പ്രൊട്ടക്ഷന്റെ ഓഫീസിൽ കേസ് വർക്കർ വർക്ക് ചെയ്യുവാണ്. അപ്പം എനിക്ക് സൈക്കോളജി എടുക്കാൻ ഒരു PG എടുക്കണമെന്ന് കുറച്ച് നാളെ ആഗ്രഹിച്ചു. ഞാനൊരു പിന്നെ കുറച്ച് നാളെ വർക്ക് ചെയ്യാതെ മാറി നിന്ന ഒരാളായിരുന്നു. അപ്പം വെച്ചിട്ട് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡെവലപ്പ് ആവാനായിട്ട് എനിക്ക് സൈക്കോളജി എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ നേരത്തെ രേഷ്മ പറഞ്ഞതുപോലെ ഒരു റീസൺ എനിക്കും ഉണ്ട്. അപ്പം കുറച്ചുകൂടി എന്നെ കുറച്ചുകൂടി പഠിക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ അതിന് വേണ്ടിയിട്ട് സൈക്കോളജി കുറച്ചുകൂടി നല്ലതാണ്. കുറച്ച് ആളുകളോട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സൈക്കോളജി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ആലപ്പുഴക്കാരിക്കുള്ള ആനിമൽ പറയൂ. ആനിമൽ ആലപ്പുഴക്കാരിയുടെ ആനിമൽ പശുവാണ്. പശു എന്താണ്, എന്തുകൊണ്ടാണ്? പശു 2 റീസൺ ഉണ്ട്. ഒന്ന്, കൊച്ചിലെ തൊട്ട് എന്റെ വീട്ടിൽ പശു ഉള്ള ആളാണ്. അപ്പം കൊച്ചിലെ തൊട്ട് അത് കണ്ട് എനിക്ക് അതിനോടൊരു ഇഷ്ടമുള്ള ഉണ്ട്. 2 പറഞ്ഞാൽ പശുവിന്റെ എല്ലാ ഭാഗങ്ങളും, ഒരു ഭാഗവും വേസ്റ്റ് ആവില്ല. എന്ത് സാധനത്തിനാണെങ്കിലും അതിന് അതിൻ്റെതായ യൂസ് ഉണ്ട്. നമുക്കൊരു അതിന്റെ വേസ്റ്റിന് പോലും നമുക്ക് യൂസ് ഉണ്ട്. അപ്പം തൊലി ഉപയോഗിക്കാം, പാല്, അങ്ങനെ എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഒരു അവസരം എനിക്ക് അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ പശു ആവാനാണ് ഇഷ്ടം. ഓക്കെ, താങ്ക് യു അഞ്ജു. എല്ലാവരെയും കാണാൻ പറ്റിയത് വലിയ സന്തോഷം. ശരി, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ്, ഹലോ ഗായത്രി, വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല മാം, ഞാൻ പുറത്ത് അങ്ങനെ എത്രയാവും വീട്ടിലേക്ക് എത്താനായിട്ട്. ആണോ? ഇറ്റ്സ് ഓക്കെ, പറഞ്ഞോളൂ. എന്റെ പേര് ഗായത്രി, ഞാൻ മാവേലിക്കരന്നാണ്, ആലപ്പുഴ തന്നെ. ഞാൻ ഡിഗ്രി സ്വാതി തിരുനാൾ സംഗീത കോളേജിലായിരുന്നു, BA ഇൻ വയലിൻ. അതൊക്കെ വിട്ടിട്ട് ഇപ്പൊ കുറച്ചായി. ഒരു പഠിത്തം എല്ലാം കൂടെ ആയിട്ടൊരു 12 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ PG ചെയ്യാൻ കയറിയിട്ടുള്ളത്. വയലിനാണ്. പക്ഷെ പുറത്തായിപ്പോ അല്ലേ നമുക്ക് വയലിൻ സംഗീതമൊക്കെ കേൾക്കായിരുന്നു. വയലിനിസ്റ്റ് ആവുമ്പോ എന്തെങ്കിലും പാട്ടും പാടേണ്ടതാണല്ലോ. അതെ. ഓക്കെ, നമുക്ക് പിന്നീടുള്ള ഒരു സെഷനിൽ ഓറിയന്റേഷൻ കഴിയുന്നതിന് മുന്നേ ഹന മാം നോട്ട് ചെയ്തോളൂ. നമുക്ക് ഏതെങ്കിലും ഒരു സെഷനിൽ ഗായത്രിനെ കൊണ്ട് വയലിൻ വായിപ്പിക്കണം. ഓക്കെ, ഗായത്രിയുടെ ആനിമൽ അല്ല, എനിക്ക് ഇഷ്ടം ബട്ടർഫ്ലൈനെയാണ്. ബട്ടർഫ്ലൈ ഇഷ്ടമായതുകൊണ്ട് അതാകാൻ ഇഷ്ടമാണ്. എന്താണ്? ഞാൻ കേട്ടില്ല. ബട്ടർഫ്ലൈനെ ഇഷ്ടമായതുകൊണ്ട് രാവിലെ ഉണരുമ്പോൾ അതായാൽ സന്തോഷം. ഓക്കെ, ഇഷ്ടമായതുകൊണ്ട്. ഓക്കെ. വീട്ടില് ഗാർഡൻ ഉണ്ടോ ഗായത്രി? വീട്ടില് ഗാർഡൻ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ബട്ടർഫ്ലൈനെ കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് കടന്നാലോ ഹന മാം? അതിനുശേഷം നമുക്ക് ബാക്കി ഇൻട്രൊഡക്ഷൻ ആവും. സോ നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് ഗെയിം എന്നുള്ളത്. ടങ് ട്വിസ്റ്റേഴ്സ്. ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കുറെ ആൾക്കാരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മുടെ പ്രദീപ് സാർ ഗായകനുണ്ട്. ആ ഒരു പാട്ട് നമുക്ക് എന്തായാലും ഈ ഒരു സെഷനിൽ വേണം. പ്ലസ് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, സഹദ് ഉണ്ട്, നൂഹ, അങ്ങനെ കുറെ പേരുണ്ട്. എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വോളണ്ടറി ആയിട്ട് വന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ ഇതൊന്ന് ആരാ ഒന്ന് വോളണ്ടിയർ ആയിട്ട് മുന്നോട്ട് വരാ? ഞാൻ പറഞ്ഞോളൂ, ആരാണ്? ചരലുരുളുമ്പോൾ മണലുരുളൂല. സ്പീഡില്ലേ? ചരലുരുളുമ്പോൾ പ്രദീപ് സാർ വന്നിട്ടുണ്ട്. ചരലുരുളുമ്പോൾ മണലുരുളൂല. യെസ്. അയ്യാ, ചരലുരുളുമ്പോൾ മണലുരുളൂല. ചരലുരുളുമ്പോൾ മണലുരുളൂല. ചരലുരുളുമ്പോൾ മണലുരുളൂല. ചരലുരുളുമ്പോൾ മണലുരുളൂല. ചരലുരുളുമ്പോൾ മണലുരുളൂല. ആരാണ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ചരലുരുളുമ്പോൾ മണലുരുളൂല. സ്പീഡില് റിപ്പീറ്റ് ചെയ്ത് പറയണം. ചരലുരുളുമ്പോൾ മണലുരുളൂല. എല്ലാരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചരലുരുളുമ്പോൾ മണലുരുളൂല.
ചരലുരുളുമ്പോൾ മണലുരുളൂല. ചരലുരുളുമ്പോൾ മണലുരുളൂല. നെക്സ്റ്റ് ഗെയിം ചരലുരുളുമ്പോൾ തൊട്ടിട്ട് മണലുരുളൂല. നമുക്ക് ഫസ്റ്റ് സ്ക്രീൻ കാണിച്ചിട്ട് ആരാണോ റെഡി ആയത് അവരോട് ഹാൻഡ് റേസ് ചെയ്യാൻ പറയാം. അവര് പറയട്ടെ, കാരണം എല്ലാവരും കൂടി പറയുമ്പോൾ നമുക്കും ആരാണ് പറയുന്നതെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ക്രീൻ തൊട്ടിട്ട് നിങ്ങൾ പറയാൻ ഓക്കെ ആണ്, റെഡി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ റിയാക്ഷൻസിൽ ഹാൻഡ് റേസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഹാൻഡ് റേസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറയാമെന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഒരാള് നമുക്ക് ആദ്യം നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം നമുക്ക്. ഇതാര് പറയൂ? ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. ചെറുപയർ മണി ചെറുത്, ചെറുകിണർ പട ചെറുത്. ചെറുപയർ മണി ചെറുത്, ചെറുകിണർ പട ചെറുത്. ചെറുപയർ മണി ചെറുത്, ചെറുകിണർ പട ചെറുത്. എത്രട്ടാ പറയണ്ടേ? നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അമൃത? എവിടെയെങ്കിലും പഠിച്ചു ഇല്ല, വെച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ റോഡിന് നടുക്കൂടെ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ പോയത്. ഓക്കെ ഓക്കെ, ആരാണ് പറയാ? ഹു വിൽ വോളണ്ടിയർ? റെഡി. ഓക്കെ, രേഷ്മ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളകുരുളും. ഓക്കെ രേഷ്മ, അടിപൊളി. ഓക്കെ, നിങ്ങൾ 5 പ്രാവശ്യം പറഞ്ഞേ. കുറച്ചുകൂടി സ്പീഡിൽ പറയണം ടൈം തൊട്ടടുത്ത് സ്ലൈഡ് തൊട്ട്. ഓക്കെ, ഗുഡ് രേഷ്മ. ഇതാരാണ് പറയാ? പറയാത്തൊരു പറയണേ. ഇനി ആരാ പറയാ? ഹു വിൽ വോളണ്ടിയർ? ഓക്കെ, ട്രൈ ചെയ്യൂ. മ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഹൈദരലി അൺമ്യൂട്ട് ചെയ്യൂ. ആശ കൊണ്ട് മോസം തെങ്ങുമേ കയറി മടലടർന്നു വീണു മൂസ മലർന്നു വീണു. ആശ കൊണ്ടേ മൂസ തെങ്ങുമേ കയറി മടലടർന്നു വീണു മൂസ മലർന്നു വീണു. ആശ കൊണ്ടേ മൂസ തെങ്ങുമേ കയറി മടലടർന്നു വീണു മൂസ മലർന്നു വീണു. ഓക്കെ, എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. എന്താണ് പേര്? ഇപ്പൊ പറഞ്ഞാൽ ഓക്കെ, മാലു എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു കഷ്ടപ്പെട്ട്. ട്രൈ ചെയ്യൂ, നമുക്ക് പറയാൻ പറ്റും നോക്കാം. ഉരൽ ഉരുളുമ്പോൾ മലരു ഉരുളില്ല. ഉരൽ ഉരുളുമ്പോൾ ഉരുളില്ല. ഓക്കെ, ഇത് കുറച്ച് പാടായിരുന്നു തോന്നുന്നു. വേറെ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണ്ടോ? ഓക്കെ, ഒരാളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് ആരാ പറയാൻ നോക്കാം. പ്രവീണ ഒന്ന് പോയി. ഞാൻ പറയാം. ഉരലുരുളുമ്പോൾ മലരുരുളില്ല. ഉരലുരുളുമ്പോൾ മലരുരുളില്ല. 5 പ്രാവശ്യം പറയണം, എന്നാലേ നമുക്ക് 5 പ്രാവശ്യം പറയണം. ഉരലുരുളുമ്പോൾ മലരുരുളില്ല. ഉരലുരുളുമ്പോൾ മലരുരുളില്ല. ഉരലുരുളുമ്പോൾ മലരുരുളില്ല. ഉരലുരുളുമ്പോൾ മലരുരുളില്ല. ഉരലുരുളുമ്പോൾ മലരുരുളില്ല. ഉരലുരുളുമ്പോൾ ആകെ ഒരു ഉരുളിച്ച. ഫലിതം പലതും പലരും പറയും. പലതും 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 പറയും പലരും. ഫലിതം പലതും പലതും പറയും പലരും. പലതും ഫലിതം പറയും പലരും. പലതും പറയും. ഫലിതം പലതും പലരും പറയും. പലതും ഫലിതം പറയും പലരും. ഓക്കെ, സുജാത കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ട്രൈ ആരാ കൊടുക്കാം? സുജാത മ്യൂട്ട് ചെയ്തു. സ്ത്രീകള് മാത്രമേ മുന്നോട്ട് വരുന്നുള്ളൂ കേട്ടോ. അതെ. ഹന മാം ഒന്ന് പേര് വിളിക്കൂ. ആരുടെയെങ്കിലൊക്കെ മാമിന്റെ സ്റ്റുഡൻസ് അല്ലേ, അപ്പൊ പേര് കോൾ ചെയ്യൂ. നമുക്ക് ഇവരൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കണ്ടേ? പ്രദീപൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു അല്ലെ? പ്രദീപിനൊക്കെ മാം ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അവരൊന്ന് വോളണ്ടിയർ ചെയ്യൂ. മാം ഒരാളുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്തായാലും അവര് പറഞ്ഞു ഫീമെയിൽസ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പൊ നമ്മളുടെ മെയിൽസ് വിട്ടുകൊടുക്കരുത്. ഒരാളൊന്ന് വോളണ്ടിയർ ചെയ്ത് വന്നേ ഫ്രണ്ടിലേക്ക്. ഹു വിൽ കം? ആരാ വരിക? ആരെങ്കിലും ഒരാൾ. ഇത്ര പാടുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു വരാനല്ലോ പറഞ്ഞത്. സഹദ്, കമോൺ, ഒന്ന് പറഞ്ഞു നോക്കൂ. സഹദ് ഒരു ട്രൈ കൊടുത്തേ. എന്താ സംഭവിക്കണം നമുക്ക് നോക്കാം. ഓക്കെ, പറയൂ. പലതും പറയും. പലതും ഫലിതം പറയും പലരും. ഫലിതം പലതും പറയും. പലതും ഫലിതം പറയും പലരും. ഫലിതം പലതും പലരും പറയും. പലതും പലതും പറയും പലരും. പലതും പലതുമായ. വെരി ഗുഡ് ട്രൈ സഹദിയ. ഇനി ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് കാണിക്കാവോ?
ഓക്കെ, ഇതൊരു ഇംഗ്ലീഷ് ആണ്. ഓക്കെ, ആരെ ട്രൈ ചെയ്യും? മലയാളം പറ്റാത്തവർ ഇന്ന് ഇംഗ്ലീഷ് ട്രൈ ചെയ്യൂ. ഇത്ര നേരം മലയാളം കാണിച്ചിട്ട് ട്രൈ ചെയ്യാത്തവരൊന്ന് ഇംഗ്ലീഷ് ട്രൈ ചെയ്യൂ. ഓക്കെ, ആരെ ട്രൈ ചെയ്യാ? പ്രവീണ ഒന്ന് ട്രൈ ചെയ്യൂ. Okay, give Papa a cup of proper coffee in a copper cup. Give Papa a cup of proper coffee in a copper coffee cup. Give Papa a cup of proper coffee in a copper coffee cup. Give Papa a cup of proper coffee in a copper coffee cup. Give Papa a cup of proper coffee in a copper coffee cup. വാവ്, അത് ഒപ്പിച്ചു. ഇത് കുറച്ച് പാടാണ്, പക്ഷെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു പ്രവീണ. യാ, വെരി ഗുഡ്. ഇനി ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? Is anyone giving try? Yes, പറയട്ടെ. Yeah, go ahead. Give Papa a cup of proper coffee. Copper coffee cup. Give Papa a cup of proper coffee in a copper coffee cup. Give Papa a cup of Give Papa a cup of proper coffee in a copper coffee cup. Give Papa a cup of proper coffee in a copper coffee cup. Give Papa a cup of proper coffee in a copper coffee cup. മതിയോ? Okay, സ്ക്രീനിൽ നോക്കിയിട്ട് ഈ സെന്റൻസ് നേരത്തെ ആരൊക്കെയോ അൺമ്യൂട്ട് ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ജെപ്സി ആയിരുന്നു പഠിച്ചോണ്ടിരുന്നേന്ന് തോന്നുന്നുണ്ട്. സത്യം പറയൂ. അല്ല, ഒരു മെയിൽ ശബ്ദം ഞാൻ കേട്ടു. പഠിച്ചോണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു. അത് പ്രദീപായിരുന്നു. പ്രദീപ് വായിച്ചു നോക്കുന്നുണ്ട്. പ്രദീപ് സാർ പറയൂ പ്രദീപ് പറയൂ. Give Papa a cup of proper coffee in a copper coffee cup. Give Papa a cup of proper coffee in a copper coffee cup. Give Papa a cup of proper coffee in a copper coffee cup. യാ, വെരി ഗുഡ്, വെരി ഗുഡ്. പഠിച്ചത് എന്തായാലും സക്സസ് ആയിട്ട് പറയാൻ പറ്റി. പുരുഷന്മാർ മുന്നോട്ട് വരുന്നുണ്ട്. യാ, സോ നെക്സ്റ്റ് വൺ, ഇത് ലാസ്റ്റ് വൺ ആണ്. ഓക്കെ, ഇത് ആര് ട്രൈ ചെയ്യും നമുക്ക് നോക്കാം. ലാസ്റ്റ് വൺ ആണ്. അതെ, വളരെ കുറച്ച് കൂടുതലുണ്ട്. ഇത് പഠിച്ച് കാണാപ്പാടൊന്നും പഠിച്ചിട്ട് പറയാനുള്ള സമയമില്ല. ആരും വോൾഡർ ചെയ്യും. ആരാ വോൾഡർ ചെയ്യുന്നതെന്ന് നോക്കട്ടെ. When a doctor doctors a doctor, does the doctor doing the doctoring doctor as the doctor being doctored want to be doctored, or does the doctor doing the doctoring doctor as he want to doctor? പറയൂ, 5 times പറയണം. When a doctor Okay, speed പറഞ്ഞോ. When a doctor doctors a doctor, does the doctor doing the doctoring doctor as the doctor being doctored want to be doctored, or does the doctor doing the doctoring doctor as he want to doctor? മതിയോ? ഓക്കെ, ഡോക്ടർ എല്ലാരും കേട്ടിട്ടുണ്ടാവും. വെരി ഗുഡ്, വെരി ഗുഡ്, ഗുഡ് അറ്റംപ്റ്റ്. സോ നമുക്ക് ഈ ഗെയിം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. യാ, താങ്ക് യു ഫോർ ദ സ്ക്രീൻ ഷെയറിംഗ്. യാ, സോ ഇനി കുറച്ച് പേരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട് അല്ലേ? ഹന മാം, അവരൊന്ന് വിളിക്കാവോ? ഞാൻ വിളിക്കാം. അപ്പൊ ഞാൻ വിളിക്കാണ്. നമ്മളുടെ നൂഹ ആരാ? ഞാൻ വരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതാരാണ്? പ്രിയങ്ക. ഓക്കെ, പ്രിയങ്ക പറയൂ. ഹായ്, ഞാൻ പ്രിയങ്ക. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ M.Tech കഴിഞ്ഞാണ്, ഗ്രാജുവേറ്റ് ആണ്. ദെൻ ഞാനിപ്പോ ഒരു പ്രീ സ്കൂൾ ഓൺ ചെയ്തിട്ടുണ്ട്. സോ ഞാനിപ്പോ അതിന് കുറച്ചും കൂടെ കരിയർ ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MA സൈക്കോളജി പഠിക്കുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഐ വോണ്ട് ടു ബി എ ഡോഗ് ബിക്കോസ് ഭയങ്കര അലേർട്ട് ആണ്, പിന്നെ ഭയങ്കര ലവബിൾ ആണ്. ആൻഡ് ഐ ഓൾസോ ഹാവ് 2 dogs. 2 ഡോഗ് ഉണ്ട്. അതുകൊണ്ട് ഡോഗ് ആയാൽ മതി. ബിക്കോസ് ഞാൻ എന്റെ സ്കൂളിൽ കുട്ടികള് അലേർട്ട് ആയിട്ടിരിക്കും. അപ്പൊ അതുമാതിരി ടൈം കിഡ്സ് പ്രീ സ്കൂൾ. ഓക്കെ, എന്ത് മാം? പിന്നീട് ഒരു ദിവസം നമുക്ക് കാണാം ഫോട്ടോസില്. ഡോഗിനെയൊക്കെ പിന്നീട് ഒരു സെഷനില്. ഓക്കെ, യാ. സോ നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് വിളിക്കണോ? ഞാൻ പേര് വിളിക്കട്ടെ? ഞാൻ പറയാം. പേര് വിളിച്ചത് ഓക്കെ, പറഞ്ഞോളൂ. അത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാര് പറയും. പറയട്ടെ? എന്റെ പേര് സുജാത, തൊടുപുഴയെന്നാണ്. ഞാന് റിട്ടയർഡ് എംപ്ലോയി ആണ്. ഞെട്ടിയാ? കേൾക്കുന്നുണ്ട്. റിട്ടയർഡ് കൂട്ടത്തില് ഞാൻ തപ്പി നോക്കിയിട്ട് ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാന് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാ ബാക്ക്ഗ്രൗണ്ടും. എനിക്ക് നിങ്ങളെ കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി. കടിച്ചാ പൊട്ടിയില്ലാത്ത ഭാഷ പറഞ്ഞ് വളരെ ഹാപ്പിയായി. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്ത്. സ്ഥലം തൊടുപുഴ. തൊടുപുഴ. ഓക്കെ. അപ്പോ വെറുതെ ഒരു
ഒന്ന് ചുമ്മാ ചേർന്ന കേട്ടോ, വെറുതെ ഇരിക്കുവാണേ ഈ വർഷം. വെറുതെ ഇരിക്കുകയാണ്, അതുകൊണ്ടൊരു ഡിഗ്രി ആവാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനൊരു PG എടുത്ത് കളയാം. PG ഞാൻ ഇംഗ്ലീഷ് ചെയ്തിരുന്നു, പക്ഷെ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തില്ല. ജോലിക്കിടയിൽ ട്രൈ ചെയ്തിരുന്നു, കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ പിന്നെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് റാങ്ക് എക്സ്പെക്ട് ചെയ്യാം PGയുടെ? അയ്യോ ഒരിക്കലും ഇല്ല. ഞാനൊരു അമ്മയല്ലേ, 2 കുട്ടികളുടെ അമ്മയാണ്. അമ്മമാർക്ക് റാങ്ക് പിന്നെ അമ്മമാരായി കഴിഞ്ഞാല് മക്കൾക്ക് പ്രൗഡാണ്. കാരണം അമ്മ റാങ്ക് മേടിച്ചിട്ട് വരുന്ന സമയത്ത് മക്കൾ വിചാരിക്കില്ലേ, ഓ അമ്മയ്ക്ക് റാങ്ക് കിട്ടിയെങ്കിൽ എന്തായാലും ഞങ്ങൾക്കും കിട്ടും എന്ന്. അപ്പൊ അവർക്കൊരു റോൾ മോഡലാണ് സെറ്റ് ചെയ്യേണ്ടത്. അതെ, പലപ്പോഴും നമ്മളുടെ ലേണേഴ്സ് പറയാറുണ്ട് കേട്ടോ, അതായത് വീട്ടില് കുട്ടികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് പാരന്റ്സ് പഠിക്കുന്ന കണ്ടിട്ട് കുട്ടികൾ ബുക്കൊക്കെ എടുത്ത് വന്ന് കൂടെ വന്നിരിക്കാറുണ്ട്. ഇപ്പൊ അവര് നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫീഡ്ബാക്സ് കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി മോട്ടിവേഷൻ കൂടി ആവാണ് നമ്മൾ ഈ ഏജിൽ പഠിക്കാൻ തുടങ്ങുന്നത്. എന്നെ കണ്ടിട്ട് ആരെങ്കിലും പഠിക്കണമെന്ന് തോന്നിയാ പഠിച്ചോട്ടെ. അതെ അതെ, പഠിച്ച് കാണിക്കുകയും കൂടി ചെയ്യണം, എന്നാലേ മറ്റുള്ളവർക്ക് പഠിക്കണം എന്ന് തോന്നുള്ളൂ. നിങ്ങളെ മോട്ടിവേഷൻ വേണം കേട്ടോ, എന്നാലേ ഞാൻ. അതെ, തീർച്ചയായിട്ടും ഹന മാം മോട്ടിവേഷൻ തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പഠിച്ചോളണം ഹന മാം, പ്രത്യേകം ശ്രദ്ധിച്ചോളണം കേട്ടോ. എന്റെ സ്റ്റുഡന്റ് അല്ല ആക്ച്വലി, ആളുടെ മെന്റർ വേറെയാണ്. മെന്റർ വേറെയാ. എന്നാലും എല്ലാ മെന്ററിനെ പരിചയപ്പെടാൻ പറ്റില്ല നമുക്ക്. വൈഷ്ണവി മാമിന്റെ അടുത്ത് ഞാൻ പറഞ്ഞേക്കാം. വൈഷ്ണവി മാം ഇസ് ഹിയർ ഇൻ ദ മീറ്റിംഗ്. അപ്പൊ മാം എന്തായാലും മീറ്റിംഗ് ഉണ്ട്. മാം എന്തായാലും അതെ, വൈഷ്ണവിയാണ് എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് ഓരോന്നും ചെയ്യിക്കണേ. ഞാന് വൈഷ്ണവി മാമിന് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം മാമിന് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. മാമിന്റെ ലാസ്റ്റ് മിനിറ്റ് മാമിന്റെ ലാപ്ടോപ്പിന് ചെറിയൊരു ഇഷ്യൂ വന്നു, അതുകൊണ്ടാണ് മാം ഇവിടെ പ്രസന്റ് ആവാത്തെ. ബട്ട് ഷീ ഈസ് ദേർ ഇൻ ദ മീറ്റിംഗിലുണ്ട് കേട്ടോ. വൈഷ്ണവി മാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഹായ് പറയാമോ? ജസ്റ്റ് ഒന്ന് സൗണ്ട് കേട്ടോട്ടെ. വന്നിട്ടുണ്ട്. ഹായ് പറഞ്ഞിട്ടുണ്ട്. വോളിയത്തിന് എന്തോ ഇഷ്യൂ ഉണ്ട്. വൈഷ്ണവി എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് സമയം ഇല്ലായിരുന്നു, ഈയിടെ എല്ലാം അപ്പടി തിരക്കായിരുന്നു. പിന്നെ അസുഖമൊക്കെ വന്നു, പനിയൊക്കെ പിടിച്ചായിരുന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇടയ്ക്ക് എല്ലാം എന്നെ ഇങ്ങനെ. പക്ഷെ എനിക്ക് ഈ സ്പോക്കൺ ക്ലാസ്സിലാണ് ശരിക്കും റെഗുലറായിട്ട് വരാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നു. കേട്ടോ, രണ്ടും കൽപ്പിച്ചങ്ങ് തുടങ്ങുന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് സംഭവിക്കുന്നൊന്നും അറിയത്തില്ല. എന്ത് സംഭവിക്കാൻ, നമ്മൾ ഡിഗ്രി വാങ്ങിക്കും. യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരും, അത്ര തന്നെ. അതിൽ കൂടുതൽ നമ്മൾ എന്ത് സംഭവിക്കാനാ? ഓക്കെ, താങ്ക് യു സുജാത. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സെഷനിൽ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഹന മാം, നമുക്ക് പുതിയൊരു ഗെയിം ഏതെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്ക്? ഉണ്ട്. സ്ക്രീൻ ഷെയർ ഇപ്പം ചെയ്യുന്നതായിരിക്കും ഒരു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, പാട്ട് പാടലാണ്. ഓക്കെ, നമ്മള് പറഞ്ഞല്ലോ ഇത്രയും. അപ്പൊ ഇനി നമുക്ക് പാട്ട് പാടാം കുറച്ച്. അപ്പൊ ഇത് ഗസ്റ്റ് മൂവിയാണ്. പിക്ചർ കണ്ടിട്ടൊന്ന് മൂവി ഇത് സോങ്ങും മൂവിയും ഒന്ന് ഗസ്റ്റ് ചെയ്യണം ഈ പിക്ചർ കണ്ടിട്ട്. പാട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഫിലിമിന്റെ പേരെങ്കിലും. മേഘം. പറഞ്ഞിട്ടുണ്ട് പ്രിയങ്ക. എന്തിനാ ഞെട്ടിപ്പോകുന്നത്? കറക്റ്റ് ആണ്. ജെസ്സി, പാട്ട് പറയൂ, പാട്ട് പാടുക. ഏതാണ് പാട്ടെന്ന് പറയൂ. ഈ പാട്ട് ആർക്കും അറിയില്ല. മഞ്ഞുകാലം കുഞ്ഞുപോവിൽ അതാണോ? അതെ അതന്നെ, പഠിക്കോ? എനിക്കറിയില്ല, അത്ര അറിയൂ. ഒന്നുകൂടി പാടി നോക്കൂ. അയ്യോ, പാട്ട് ഞാൻ പാടാറില്ല. കാറ്റുമൂളം പാട്ടിൻ പേരെന്ത്, അത്ര അറിയൂ. അതെ, വെരി ഗുഡ്. ഓക്കെ, തരളിത രാവിൽ മയങ്ങുന്നു. അത് പാടിക്കോ. പാടാൻ അങ്ങ് പാടൂ. എന്ത് നോക്കാൻ പാട്. മാനസം. അതന്നെയാണ് തരളിത രാവിൽ മയങ്ങിയോ മനസ്സം. ഓക്കെ, കറക്റ്റ് ആണ്.
Suryamanasam film. Okay, yeah. Next one. Guess the movie and the song. Yoda. Song ഏതാ? പടയാളി. ആരാ പാടത്? അല്ല പടകാളി. ആരാണ് പാടുക? ഓക്കെ, ഇത് ആര് പാടും ഈ പാട്ട്? ഭഗവതി അടിയനിൽ അത് പാടും. അതൊരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുക്കാം. ഭഗവതി അടിയോ വരുന്നില്ല സംഗതിയൊക്കെ. ഓക്കെ, ട്രൈ ചെയ്യാം. ഗോ ഹെഡ്. ചെണ്ടി ചങ്കി പോർക്കരി മാർഗിനി ഭഗവതി അടിയനിയോടെ പറമേളം ചെണ്ട ചങ്കല ദിം കണി മദള മരുമണി കിങ്ങണി പലതാളം തക്കിട കടുതാ ചുവടതിലാണ് മതി. ഇതൊക്കെ തന്നെ ധാരാളം. ഇതൊരുമാതിരി ടങ് ട്വിസ്റ്റർ കോമ്പറ്റീഷൻ പോലെ ആയോ അമൃത? വെരി ഗുഡ്, വെരി ഗുഡ് ട്രൈ. ഒരു നല്ലൊരു കൈഡി കൊടുക്കും അമൃതയ്ക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. ഇത് ഏതാണ്? ഒന്ന് ലിറിക്സ് ഓർത്തെടുക്കാൻ പറ്റുമോ നോക്കൂ. ഓക്കെ, ഇത് ഒരു പറഞ്ഞിട്ടുണ്ട്. ഷാരൻ ജാക്കബ്. അത് പാടാൻ പറ്റുമോ? ഷാരൻ പാട്ട് ഏതാണ്? ഊട്ടിപ്പട്ടണം കോട്ടിക്കട്ടട സുമ്മാവാട. ഒന്ന് നെക്സ്റ്റ് നമുക്ക് കറക്റ്റ് ആണ് നോക്കാം. ഏതാണ്? അതല്ലത് അത് പിച്ചകപ്പൂങ്കാവുകൾക്കും അപ്പുറം. അതാണ്. പവനത്രമേലുരുകി വീണുപോയി. അതെ. ഇനി ആരെങ്കിലും ഇതാരെങ്കിലും പാട്ട് ട്രൈ ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ട്രൈ ചെയ്തേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പാടാം. മറ്റേതിനെ പോലെ ആവില്ല എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ. പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം പവനത്രയും ഉരുകി വീണു പോയി. പിച്ചളക്കുണക്കുമിട്ട വിണ്ണതം കടന്നത്ര വേഗമെങ്ങും മാഞ്ഞു പോയി. നീലത ബസ്സിൽ മേഘപടത്തിൽ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു കൈഡി എടുക്കാൻ അമൃതയ്ക്ക്. സോ ഇനി പാടാത്തൊരു പാടണം കേട്ടോ. ഇത് ഏതാ മൂവി സോങ്ങും? ഓക്കെ, മാളു പറയുന്നുണ്ട്. മാളു പറയൂ, ഏതാണ് മൂവി? കാലാപാനി. പാട്ട് ഏതാണ്? നിഖില പാടുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. ഗസ്. ക്യാൻ വി ഹാവ് ദ ആൻസർ പ്ലീസ്? ഓക്കെ, കറക്റ്റ് ആൻസർ. അപ്പൊ നിഖില നമുക്ക് വേണ്ടിട്ട് പാടും. നിഖില ക്യാമറയൊക്കെ ഓൺ ചെയ്തൊന്ന് പാടിക്കേ നമുക്ക്. അങ്ങനെ അറിയില്ല. ട്രൈ ചെയ്യൂ. ഓക്കെ. തത്തമ്മേ കളി തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലോലവാലി വേണ്ട കൂട്ടുകാരി കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻകരിക്കിലെ തുള്ളി പോൽ തുള്ളാതെടി തുളുമ്പാതെടി തമ്പുരാട്ടി കൊഞ്ചാതെടി കുണുങ്ങാതെടി കുറുമ്പുകാരി നെഞ്ചിലൊരു കുഞ്ഞിളം തുമ്പി പെണ്ണോ തുള്ളുന്നു ചെല്ലച്ചെറു ചിങ്കിരിപ്പൂവായി താളം തുള്ളുന്നു. ഓക്കെ, വാ, വെരി ഗുഡ്. നല്ലൊരു നല്ല പാട്ടുകാരൊക്കെ ഉള്ളത്. അപ്പൊ ഞങ്ങളൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെയൊക്കെ വിളിച്ചാൽ മതിയല്ലേ, ഓരോ പാട്ടൊക്കെ പാടിത്തരും ചിക്കൻ. സോ വെരി ഗുഡ്. സോ ഹാപ്പി ടു നോ. സഹദൊക്കെ ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ, കിട്ടുമെന്ന് അറിയാലോ. ജപ്സി, പ്രവീണ. നമ്മളുടെ പാട്ടുകാരൻ പ്രദീപ് സാർ ഉണ്ട്, നമ്മളുടെ ഗായകനാണ്. കേൾക്കുന്നില്ല. പ്രദീപ് സർ, കമോൺ. ഓ, എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഡിസംബർ ക്രിസ്മസിന് സോങ് പാടിയത് പ്രദീപ് പാടിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഫൈൻ. സോ വരൂ, മുന്നോട്ട് വരൂ. ഈ പാട്ടൊക്കെ ഏതാന്ന് ഗസ് ചെയ്യും. അടുത്ത പാട്ട് നമുക്ക് പ്രദീപ് പാടിത്തരും. ഇത് ഏതാണ് പാട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ആർക്കും ഗസ് ഇല്ല? ഓക്കെ, ആർക്കെങ്കിലും? എനിവൺ? ഓക്കെ, ചാന്തുവട്ടാണ്. ഈ പാട്ടൊന്ന് പാടിത്തരാമോ നമ്മൾക്ക് വേണ്ടിട്ട്?
അതൊരു ഫീമെയിൽ സോങ് തോന്നുന്നു അല്ലേ? ആ ഓക്കെ. ആഴക്കടലിന്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെന്റെ മാറിലായി പൊട്ടിക്കിടക്കുന്ന മുത്തേ കണ്ണിലായ പിന്നെ എനിക്കറിയില്ല, അത്ര അറിയുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. പാടിയത് ഫീമെയിൽ വോയിസ് ആണ്, അതുകൊണ്ടാണ്, മെയിൽ സോങ് അല്ല. മെയിൽ സോങ് വരുമ്പോ നമുക്ക് പ്രതിമയോട് പാടിപ്പിക്കാം കേട്ടോ. ഓക്കെ, സോ ഇത് ഏതാണ് മൂവി? ഓക്കെ, ഗസ് ചെയ്തിട്ടുണ്ട്. വൈശാഖ. ഷാരോൺ ഒക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, പറയുന്നില്ലല്ലോ. എല്ലാം ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ ആണോ? നമുക്ക് നോക്കാം ഏതാണ് സോങ് ഏതാ. ഓക്കെ, ആരാണ് പാടുക? നാടോടിക്കാറ്റ്. വൈശാഖന്തേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതൻ അതര കാന്തിയോ ഓമനേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖ സന്ധേ. ഓക്കെ, എല്ലാരും കൈയടി കൊടുക്കൂ. ഓക്കെ, സോ നമുക്ക് ഇത് ഐ തിങ്ക് സോ എല്ലാരും എൻജോയ് ചെയ്തു തോന്നുന്നുണ്ടല്ലേ ഈ ഗെയിം. താങ്ക് യു സോ മച്ച് ഫോർ സ്ക്രീൻ ഷെയറിംഗ്. താങ്ക് യു. ഞാൻ സഹദ്, ഞാൻ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂറാണ്. ഇപ്പം സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത് ട്രാൻസ്ലേറ്റർ ആയിട്ട്. ഞാൻ നേരത്തെ PG കഴിഞ്ഞതാണ് അറബിക്കില്. പിന്നെ ഓൾറെഡി ഒരു PG ഉള്ള ഒരാൾ കൂടി ഉണ്ട്. അപ്പം ഇവിടെ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അപ്പം സൈക്കോളജി അതിന് ആവശ്യമാണെന്ന് തോന്നി, അങ്ങനെ താല്പര്യം കൊണ്ടാണ് അതിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഏത് ആനിമൽ ആയിട്ടാണ് ഇതുവരെ ഇഷ്ടമുള്ളത്? ആനിമലിന്റെ കാര്യം കൂടി. പൂച്ചയാണ് എനിക്കിഷ്ടം. അതൊരു വൃത്തിയുള്ള ജീവിയാണ്. എന്തുകൊണ്ടാണ്? എവിടെയും ധൈര്യമായിട്ട് കയറിച്ചല്ല, ജേർണലിസ്റ്റ് ഒക്കെ പോകുന്ന പോലെ അതുകൊണ്ടാണ്. അതെ. ഓക്കെ, താങ്ക് യു സഹദ്. ഓക്കെ, അടുത്തത് ഞാൻ പറയട്ടെ മാം. പറഞ്ഞോളൂ. നഫീസ് റിഷ്ത. ഹിബയാണ്. ഹിബ എന്നാണ് എന്റെ പേര്. പേര് പിന്നെ എന്റെ പേര് ഹിബ എന്നാണ്. സോറി, ഞാൻ ഇത്രയും ഇതാവുന്നു ലേറ്റ് ആവുന്നു വിചാരിച്ചില്ല. സോറി, ഇടയിൽ പോകുന്നു. പിന്നെ ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെറുകുന്നിലാണ്. ഇപ്പം ദുബായിലാണ്. MSc മാത്സ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്സ് ടീച്ചറാണ്. ഇപ്പം മാത്സ് ട്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. മോനുള്ളോണ്ട് പോവാൻ പറ്റാത്ത. പിന്നെ സൈക്കോളജി. ആനിമലിന്റെ കാര്യം കൂടി പറയൂ. ആനിമൽ ഈഗിൾ ആവാനാണ്. ഈഗിൾ. അപ്പൊ ഉയരത്ത് പറക്കാം. അതിന് കുറച്ചുകൂടി ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് പോലെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ താങ്ക് യു ഹിബ. ഇനി നെക്സ്റ്റ് നൂഹ. പറയട്ടെ? പറഞ്ഞോളൂ. കേക്കാം. ഓക്കെ, എൻ്റെ പേര് ജെഫ്സി. ഞാൻ കൊച്ചിയാണ് സ്ഥലം. ഞാൻ MSc മാത്സ് കഴിഞ്ഞതാണ്. പിന്നീട് BEd എടുത്തു. അപ്പോൾ സൈക്കോളജി അതിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സൈക്കോളജിയോട് ഇഷ്ടം, സൈക്കോളജി ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതെ, ഞാൻ ട്യൂട്ടർ തന്നെയാണ്. പിന്നെ ഇഷ്ടപ്പെട്ട മൃഗം പൂച്ചയാണ്. എല്ലാ മൃഗങ്ങളും ഇഷ്ടമാണ്. വീട്ടില് ഇപ്പൊ പൂച്ച ഉള്ളതുകൊണ്ട് പൂച്ചയായ കൊള്ളാം. അതെ, അതുകൊണ്ടാണ്. അതെ, എല്ലാ മൃഗത്തിനും ഇഷ്ടമാണ്. എന്തായാലും അതെ. ഓക്കെ, താങ്ക് യു ജെഫ്സി. നെക്സ്റ്റ് ഞാൻ പറയട്ടെ? എന്റെ പേര് മാലു. പറഞ്ഞോളൂ. പറയട്ടെ? എന്റെ പേര് ശ്രീജ അല്ലേ? പറഞ്ഞോളൂ. അപ്പൊ 2 മാത്സ് ടീച്ചേഴ്സ് വന്നതുകൊണ്ട് രണ്ടാമത് ഒരാളും കൂടി വരാന്ന്. അതെ, മാത്സ് ടീച്ചറാണ്. വർക്ക് ചെയ്യാന്ന്. നമുക്ക് കുറെ മാത്സ് ടീച്ചേഴ്സ് ഉണ്ട്.
അപ്പൊ നമുക്ക് ഈ നമ്മളുടെ സൈക്കോളജിയിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ ഉണ്ട്, എല്ലാവർക്കും അറിയാലോ അല്ലെ? നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ ഉണ്ട്. നമുക്കപ്പോ ഈ 3 പേരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാവരും സെമിനാറൊക്കെ കൊടുക്കണം. അതെ, മാത്സ് ടീച്ചേഴ്സിനെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്സ് ടീച്ചേഴ്സിന്റെ അടുത്ത് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ക്ലാസ്മേറ്റ് നമുക്ക് ഇങ്ങനെ സെഷൻ വെക്കുന്നത് നിങ്ങളുടെ ബാച്ചിൽ ആരൊക്കെ ഉണ്ടെന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മാത്സ് ടീച്ചേഴ്സ് ഉണ്ട്, ആവശ്യത്തിലധികം മാത്സ് ടീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഇവിടെ. ഓക്കെ, ശ്രീജ. എനിക്ക് സൈക്കോളജി കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ MA സൈക്കോളജി ചെയ്യാന്ന് വിചാരിച്ചത്. ഇപ്പൊ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് ക്ലാസ് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. സ്കൂളില് എക്സാം തിരക്കൊക്കെയാണ്, പ്രാക്ടിക്കൽ എക്സാം ഒക്കെ ഉണ്ട് ഇപ്പോ, മാത്സിന് പ്രാക്ടിക്കൽ ഒക്കെ ഉണ്ട് ഇപ്പോ. അതെ അതെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അനിമൽ ബട്ടർഫ്ലൈ ആണ് ഭയങ്കര ഇഷ്ടം. കാരണം അതിൽ ചെറിയ ബോഡി ആണെങ്കിലും അതിൽ ഒരുപാട് ഡിസൈനുകൾ. അപ്പൊ ആ ഡിസൈനുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും ദൈവത്തിന്റെ ഒരു ക്രിയേഷൻ, ഇത്രയും മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ വളരെ ഭംഗിയായിട്ട്, നല്ല കളർ കോമ്പിനേഷൻ ഉണ്ടാകും, നല്ല ഡിസൈനും ഉണ്ടാകും, ചെറിയ സർക്കിൾ വലിയ സർക്കിൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അതില്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് എനിക്ക് ബട്ടർഫ്ലൈ ആണ് ഇഷ്ടം. താങ്ക് യു ശ്രീജ. സോ നെക്സ്റ്റ് ആരാണ് വരിക? ഇനി ചെയ്യാത്തൊരു പേര് എന്റെ പേര് മാലു, നാട്ടില് മൂവാറ്റുപുഴയാണ്. ഇപ്പൊ മുംബൈയിലാണ്, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. സൈക്കോളജി ഇഷ്ടമുള്ളത് കൊണ്ട് സെലക്ട് ചെയ്താണ്, ജോയിൻ ചെയ്തതാണ്. പിന്നെ ഇഷ്ടപ്പെട്ട ബേർഡ് പീകോക്ക് ആണ്. അതിങ്ങനെ എടുത്ത് ആടുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ. താങ്ക് യു മാളു. നേരത്തെ ആരോ അൺമ്യൂട്ട് ചെയ്തിരുന്നല്ലോ. സ്വാതി, ഗോ ഹെഡ്. എന്റെ പേര് സ്വാതി. ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റ് ആണ്. ഞാൻ തിരുവല്ലയിൽ ബേസ്ഡ് ആണ്, ബട്ട് ഇപ്പൊ 5 വർഷമായിട്ട് കാനഡയിൽ വർക്ക് ചെയ്യുന്നു. MA സൈക്കോളജി എടുക്കാനുള്ള കാരണം എനിക്ക് ഈ സബ്ജക്റ്റിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഓൺലൈനും കൂടെ ആയതുകൊണ്ട് ജോലിയോടൊപ്പം ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ട ആനിമൽ എലിഫന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിയുള്ള മൃഗമാണ്. സംതിങ് മജസ്റ്റിക് അബൌട്ട് ഇറ്റ്. അത്രേ ഉള്ളൂ. എല്ലാരെയും കണ്ടത് സന്തോഷം. സ്വാതി, എന്തോ ഓൾ ദ വേ ഫ്രം കാനഡയാണോ? വെക്കേഷന് വന്നതാണ്. എന്നാണ് തിരിച്ചു പോകുന്നത്? മാർച്ചിൽ പോകണം. ഓക്കെ, മാർച്ചിൽ പോകണം. ഓക്കെ. സോ നെക്സ്റ്റ് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ could you please call out the names, ഹന? പ്രദീപ് സർ പറഞ്ഞിരുന്നില്ലല്ലോ? ഇല്ല, ഞാൻ പറഞ്ഞിരുന്നില്ല. വന്നോളൂ, നമ്മുടെ ഗായകനാണ്. എന്റെ പേര് പ്രദീപ്. ഞാൻ ഒരു കോളേജ് പ്രിൻസിപ്പൾ ആണ്. ഞാൻ PG ചെയ്തത് ഇലക്ട്രോണിക്സിലും MPhil ചെയ്തത് ഇലക്ട്രോണിക്സിലുമാണ്. ഇപ്പോൾ ഞാൻ റിട്ടയർ ആവാറായി. ഒരു വർഷം കൂടി ഉള്ളൂ. അടുത്ത വർഷം 2025 ജനുവരി 31 ഞാൻ റിട്ടയർ ആവും സർവീസിൽ നിന്ന്. അപ്പൊ അതിനു മുമ്പേ ഈ സൈക്കോളജിയോട് എനിക്കൊരു എന്താ പറയുക, ഒരു ഇഷ്ടം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കരിയർ ചേഞ്ച് അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കോളജി പഠിച്ച് അതിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പറ്റാവുന്ന രീതിയിൽ പഠിച്ച് ഒരു നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണമെന്നുള്ളൊരു താല്പര്യമുണ്ട്. ഒരു പ്രൊഫഷണൽ ഉദ്ദേശം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അനിമൽ എനിക്ക് പൂച്ചകളാണ് നിറയെ. ഇവിടെ എന്റെ വീട്ടിലിപ്പോ നിറയെ പൂച്ചകൾ. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഒക്കെ പൂച്ചകൾ വരും. ആ പൂച്ചകളെ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. പൂച്ചകൾക്ക് ഇടയ്ക്ക് ഭക്ഷണം കൊടുക്കുക, അതേപോലെ തന്നെ പിന്നെ ഭയങ്കര സാമർത്ഥ്യമുള്ള അനിമൽസ് ആണ് പൂച്ചകൾ. അവരുടെ കാര്യം നടക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യും, അതാണ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം. പക്ഷെ എന്നിരുന്നാലും അതിനെ ഇഷ്ടമാണ്. സാറിന്റെ ഒരു പാട്ട് വേണമല്ലോ. അയ്യോ, ഇനി ഒരുപാട് പേരില്ലേ സംസാരിക്കാൻ. പാട്ട് ഇനിയും അവസരങ്ങൾക്ക് ഇനിയുള്ള അവസരത്തിൽ നമുക്കാവാം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എങ്ങനെയുണ്ട് നമ്മളുടെ ഈ ഒരു പ്ലാൻ വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഹൗ ഡിഡ് യു, കാരണം ഇപ്പൊ ഒരു പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോ എങ്ങനെയുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ ഡു യു ഫീൽ എനി ചേഞ്ചസ്, അല്ലെങ്കിൽ വാട്ട് ഡു യു ഫീൽ നൗ എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഭയങ്കര സിൻസിയർ ആണ്. ഇതിന്റെ എല്ലാ ദിവസവും പലതും കാണുന്നുണ്ട്. റിലൻറ്റ്ലെസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യിക്കാനും അതേപോലെ തന്നെ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ
അതിനൊത്ത് നമുക്ക് വരാൻ പറ്റില്ല. കാരണം ഞങ്ങളൊക്കെ പല പല മെയിൻ റീസൺ ഞങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുന്നത് ഞങ്ങളുടെ തൊഴിലിന്റെ കൂടെ തന്നെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം, തൊഴിലും ജീവിതത്തിനും കൂടെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അത് പല സമയത്തും നമ്മളൊരു റെഗുലർ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ട് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള കുഴപ്പമില്ല, ഞങ്ങളുടെ കുഴപ്പമാണ്. അപ്പൊ അത് മാത്രമേ ഒരു വിഷമമുള്ളൂ. അപ്പൊ എന്നാലും ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്യും. ഇവിടെ ഉള്ളവർ എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, പക്ഷെ നിങ്ങൾ യു ആർ വെരി ഗുഡ്, യു ആർ എക്സ്ട്രീംലി ഗുഡ്, യു ആർ ഓൾ. നിങ്ങളുടെ മോട്ടിവേഷൻ ആണ് സത്യം പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള ഇത്രയും പ്രായത്തിൽ ഞങ്ങൾക്ക് പഠിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അപ്പോ നമ്മൾ ചെയ്യുന്നു. അതേപോലെ തന്നെ വി ആർ ഓൾസോ മോട്ടിവേറ്റഡ്. താങ്ക്സ് ടു യു. താങ്ക് യു. കാരണം ഞാൻ എനിക്ക് തോന്നുന്നു ഡിസംബർ ക്രിസ്മസ് 2023 സെലിബ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറെ പേര്, എനിക്കറിയില്ലായിരുന്നു ഏത് ബാച്ചിലെ ലേണർ ആണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ എനിക്ക് കുറെ മെസ്സേജ് വന്നു, അത് ഏത് ബാച്ച് ആണെന്ന് പറയും. അപ്പൊ ആകെ MA സൈക്കോളജി എന്ന് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ, ഏത് ബാച്ച് ആണെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഒത്തിരി വണ്ടർഫുൾ ഫീഡ്ബാക്സ് റിസീവ് ചെയ്തിരുന്നു കേട്ടോ. അതായത് അപ്രീഷിയേറ്റ് ചെയ്യാൻ, ലൈക്ക് ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു. ഈവൻ ഫ്രം ദ ടീം ഓൾസോ. ക്യാൻവൈസ് ടീമിൽ അന്ന് കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും ചോദിച്ചിരുന്നു ഏത് ബാച്ച് ആണ് എന്നുള്ളതൊക്കെ. അപ്പൊ പുതിയ ബാച്ച് ആണെന്ന് അറിയായിരുന്നു. അപ്പൊ ഇത് എവിടെയാണ് എന്താണെന്ന് കാണാൻ പറ്റിയതിൽ, നേരിട്ട് കാണാൻ പറ്റിയതിൽ, പിന്നീട് ഒരു പ്രാവശ്യം കൂടി കാണാൻ പറ്റിയതിൽ സന്തോഷം. സോ അതും കൂടി കൺവേ ചെയ്യാൻ തോന്നി. ദാറ്റ് പെർഫോമൻസ് വാസ് റിയലി ഗുഡ്. അപ്പൊ ഇപ്പൊ ഒരു അവസരം നമുക്ക് ഫീഡ്ബാക്സ് കിട്ടിയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി മെന്റർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ നല്ല ഫീഡ്ബാക്സ് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, സോ താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് ഇനി കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്. നമുക്ക് ഇനിയുള്ളത് ഷാരോൺ. ഷാരോൺ വരുമോ? മുന്നോട്ട് വരൂ. ഞാനിപ്പോ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ? ഓ മതി. ഓക്കെ, കുഴപ്പമില്ല. ലാസ്റ്റ് വിളിക്കാം. എന്നാല് വണ്ടിയിലാണെന്ന് തോന്നുന്നു. നമുക്ക് ഇനി എന്തെങ്കിലും ഗെയിം ഉണ്ടോ? ഇനി ഒരു ലാസ്റ്റ് ഒരു ഗെയിം ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഗെയിം വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഫണ്ട് കുറച്ചു പേരും കൂടി ഉണ്ട്. നമ്മളുടെ നൂഹ വന്നില്ലല്ലോ. ബാക്കി ഇനി പറയാനുള്ളവര് ഒന്ന് വോളണ്ടർ ചെയ്യുമോ? നമ്മുടെ സമയം കളയാതെ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. നമ്മളിപ്പോ ഓൾമോസ്റ്റ് 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അധികം സമയം ഇല്ലാതെ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വോളണ്ടർ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ഒന്ന് പെട്ടെന്ന് ചെയ്യാമോ? അല്ലെങ്കിൽ we will move ahead with the next game. Okay. Yeah, I think so, Hannah. You can move ahead with the next game. Okay. അപ്പൊ ഒന്ന് ഗൗരി മാം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇപ്പൊ ലാസ്റ്റ് നമുക്കൊരു ഫൺ ആക്ടിവിറ്റി ഉണ്ട്. അത് നമുക്കൊന്നൊരു മോട്ടോർ മൂവ്മെന്റ്സ് ഒക്കെ ഒന്ന് വേണം. ഇരുന്നിടത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഗ്രാബ് ആൻഡ് റൺ ആണ്. എല്ലാവരും കസേരയിലൊക്കെ ചാരിയൊക്കെ ഇരിക്കുന്നവരും എല്ലാ മതിലിലും ഒക്കെ ചാരി ഇരിക്കുന്നവരൊക്കെ ഇനി ചാരി ഇരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇരിക്കുന്നവിടത്തുനിന്ന് എഴുന്നേക്കേണ്ടി വരും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഒരു കറക്റ്റ് പ്ലേസിൽ നിങ്ങളുടെ മൊബൈൽ ഒന്ന് കീപ്പ് ചെയ്യുക. എവിടെയെങ്കിലും ഒന്ന് ലാപ്ടോപ്പിൽ നിന്ന് ജോയിൻ ചെയ്യുന്നെങ്കിൽ ലാപ്ടോപ്പ് അവിടെ വെക്കുക. മൊബൈലിൽ നിന്ന് ജോയിൻ ചെയ്തേക്കുന്നവര് എത്രയും പെട്ടെന്ന് മൊബൈൽ എവിടെയെങ്കിലും കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്നിരിക്കുക, സെറ്റിൽ ഡൗൺ ചെയ്യുക. ക്യാമറ ഓൺ ആയിട്ട് വീഡിയോ ഓൺ ചെയ്യണം. മസ്റ്റ് ആയിട്ട് വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അതെ, എന്നിട്ട് ഒന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഫോണൊക്കെ ഒന്ന് ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഗ്രാബ് ആൻഡ് റൺ. അപ്പോ റൺ കാണുന്ന ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് അത് നിങ്ങൾ എടുത്തിട്ട് വന്നിട്ട് കാണിച്ചു തരണം കേട്ടോ. നിങ്ങളുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ഒബ്ജക്ട്സ്. അപ്പൊ നമുക്ക് നോക്കാം. എല്ലാവരും റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒന്ന് തംസ് അപ്പ് കാണിക്കോ? ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരും പെട്ടെന്ന് പോവും. പെട്ടെന്ന് ഒരു ആദ്യം കാണിച്ചത് ആരാണ് ഫസ്റ്റ് എടുത്തു വരുന്നത്? ആരാണ് ഫസ്റ്റ്? എടുത്തു. പ്രിയങ്ക എടുത്തിട്ടുണ്ട്. എല്ലാരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എടുത്തു. എല്ലാവരുടെ കയ്യിൽ ബുക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ? എല്ലാരും ബുക്കൊക്കെ ആയിട്ട് വരണം കേട്ടോ. ഓക്കെ, നല്ല കുട്ടികളാണ് എല്ലാരും. നെക്സ്റ്റ് കപ്പാണ്. അമൃത വേഗം അഞ്ചു എടുത്തിട്ടുണ്ട്. ശ്രീജ എടുത്തിട്ടുണ്ട്. അഞ്ചു ഓടി വയ്യോ, കപ്പ് കിട്ടിയില്ലേ? ഓക്കെ കിട്ടി. ഓക്കെ, നഫീസ് കിട്ടി. കിട്ടിയിട്ടുണ്ട്.
സുജാത എന്താണ് പൊക്കി കാണിക്കുന്നത്? അത് ഓക്കെ എന്താ മനസ്സിലായില്ല. ഓക്കെ, എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. എല്ലാരും വീഡിയോ ഓൺ ചെയ്യൂ. വീഡിയോ ഓൺ ചെയ്യാനുണ്ട്. എല്ലാരും വീഡിയോ ഓൺ ചെയ്യൂ. വീഡിയോ ഓൺ ചെയ്യണ്ടല്ലോ. സ്വാതി ഒക്കെ വീഡിയോ ഓൺ ചെയ്യൂ. നിങ്ങളുടെ വീടിനകത്തുള്ള സാധനങ്ങൾ തന്നെയുള്ളൂ, വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ കൊണ്ടുവരില്ല. ഓക്കെ, ഏതാണ്? Grab something that has buttons. ബട്ടണുള്ള എന്തെങ്കിലും ഒന്ന് കാണിക്കാം. ഷർട്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഡ്രസ്സിൽ ബട്ടൺസ് ഉണ്ട്. ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, യാ, സോ ഓൾമോസ്റ്റ് എല്ലാവരും കാണിച്ചിട്ടുണ്ട്. യാ, സോ നെക്സ്റ്റ് വൺ ലെറ്റ്സ് സീ. ഓക്കെ, ഗ്ലാസസ്. ആർക്കൊക്കെയാണ് ഗ്ലാസ് ഉള്ളത്? വീട്ടില് ഗ്ലാസ് ഉള്ളവർ ഓടിപ്പോയി ഗ്ലാസ് എടുത്തിട്ട് വരൂ. അഞ്ജു, ഓക്കെ, ഒരു കുഴപ്പമില്ല. സഹദേ അവിടെ ഇരിക്കും. കണ്ണട വരില്ല നമ്മുടെ അടുത്തേക്ക്. കണ്ണടയാണ് കണ്ണാടിയും എങ്ങനെയാണ് ചെയ്യുമാവാ? അതേ ശ്രീജയൊക്കെ കണ്ണാടി എടുത്തിട്ടുണ്ട്. സ്വാതി എടുത്തിട്ടുണ്ട്, അമൃത എടുത്തിട്ടുണ്ട്, സുജാത കണ്ണിലേക്ക് വെച്ചു. പിന്നെ സോ മാളും എടുത്തിട്ടുണ്ട്. എല്ലാവരും എഴുന്നേറ്റ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഞാൻ എണീക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ആരെടുക്കാം? ഗ്ലാസ് ഉപയോഗിക്കുന്നില്ല, അതാണ് പ്രശ്നം. സാധനം അവിടെ എഴുന്നേപ്പിക്കാൻ പറ്റുമോ നോക്കണം. ഓക്കെ, സംതിങ് മേഡ് ഇൻ വുഡ്, മരം കൊണ്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും. എന്താണ് അമൃത? അതെന്താണ്? ബോക്സ് ആണോ? ഓക്കെ, ഹിബ ഓടിപ്പോയിട്ടുണ്ട് എന്തൊക്കെയോ എടുക്കാൻ വേണ്ടി. എന്താണ് വെക്കില്ല ആ സാധനം. കാര്യമായിട്ട് പരതുന്നുണ്ട് സ്വാതി. അതെന്താ? അലമാര കാണിച്ചൊന്നുമില്ല. പെൻസിൽ. ഓക്കെ, ഹൈദരലിക്ക് എന്താ കിട്ടിയത്? അൺമ്യൂട്ട് ചെയ്യാം. പെൻസിൽ. ഓക്കെ, വെരി ഗുഡ്. യാ, നമുക്ക് നെക്സ്റ്റ് വൺ എന്താ നോക്കാം. ഓക്കെ, നമ്മുടെ കയ്യിലുണ്ടാവും ചാർജർ. വേഗം ഓടിപ്പോയിക്കോ. ചാർജർ കാണിക്കോ? കാണിച്ചു. ഓക്കെ, സഹദ് കാണിച്ചു. നിഖില ഓക്കെ, ഹിബ പോയടുത്താണോ? പിന്നെ വന്നിട്ടില്ല. ജെസ്സി കാണുന്നുണ്ട്. സഹദേ ചാർജർ മരം കൊണ്ടുണ്ടാക്കിയ ഒന്നും കിട്ടിയില്ല. ചാർജർ കിട്ടി. ഓക്കെ, സ്വാതി കിട്ടിയോ? മരം കൊണ്ടുണ്ടാക്കിയത് കിട്ടി. കട്ടിംഗ് ബോർഡ്. ഒരു വഴിക്ക് പോകുമ്പോ നേരത്തെ കാണിച്ചതെല്ലാം കിട്ടുന്നതെല്ലാം പറഞ്ഞിട്ടുള്ളവരാണോ? ഓക്കെ, നെക്സ്റ്റ് കളറുള്ള എന്തെങ്കിലും. Red. വേഗം കിട്ടോട്ടോ. പ്രിയങ്ക ഷർട്ട്. അയ്യോ, റെഡ് കളർ. ആപ്പിള്. ഓക്കെ, അമൃത എന്താ കാണിച്ചിരുന്നേ? അച്ചാറിന്റെ ടോപ്പ്. ഓക്കെ. നിഖില റിബൺ കാണിച്ചു തന്നിട്ടുണ്ട്. അഞ്ജുന് കിട്ടിയില്ലേ? നിഖില ചരട് കാണിക്കുന്നുണ്ട് കയ്യില്. ബാൻസ്. സ്വാതി, പ്രവീൺ എന്താ കാണിച്ചിരിക്കുന്നത്? ഓക്കെ. സ്വാതി എന്താ കാണിച്ചിരിക്കുന്നത്? ഡ്രസ്സാണോ? ഡ്രസ്സാണത്. ഡ്രസ്. ഓക്കെ. യാ, ആൻഡ് പ്രിയങ്ക എന്താണ് കാണിച്ചിരിക്കുന്നത്? എന്താണ് സാധനം? ടോയോ. ഇതൊക്കെ തിരിച്ചു കൊടുക്കണം കേട്ടോ ആൾക്കാർക്ക്. എടുത്ത ഉടമയെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഓക്കെ, യാ, സോ നെക്സ്റ്റ് വൺ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. ഓക്കെ, any water bottle. എല്ലാവരും പഠിക്കാൻ അതാണ് ആത്മാർത്ഥത. എല്ലാരും വെള്ളം കുപ്പിക്കായിട്ട് വന്നിരിക്കുന്നത്. എല്ലാത്തിനും വെള്ളക്കുപ്പി ഉണ്ടല്ലോ. ഞങ്ങൾ നിങ്ങൾ അടുക്കളയിലേക്ക് പോയി ഓടി എടുക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഫുൾ സെറ്റ് ആയിട്ടാണല്ലേ ഇപ്പൊ ഇരുന്നത്. ഓക്കെ, ദാറ്റ് സോ ഗുഡ്. യാ, നിഖില കുപ്പി കിട്ടിയിരുന്നോ? നിഖില വാട്ടർ ബോട്ടിൽ കിട്ടിയില്ല. സ്കെച്ച് പെൻ. ഇനി ആർക്കും സ്കെച്ച് പെൻ ഉണ്ടോ? മാർക്കർ. സഹദ് കാണിച്ചിട്ടുണ്ട്. മാർക്കർ കാണിച്ചിട്ടുണ്ട്. ആൾക്കാര്
ശ്രീജ കാണിച്ചിട്ടുണ്ട്. ഹിബ കാണിച്ചിട്ടുണ്ട്. മാർക്കർ അല്ല, പെന്നാണ്. മാർക്കർ എടുത്തു തരാം. ഓ, സ്വാതിയുടെ ഒരു ബോക്സ് തന്നെ ഉണ്ട്. ഒരു മാർക്കർ ഹെൽപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അഞ്ജുന് ഹെൽപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ആൾക്കാർ കൊണ്ടേക്ക് തരുന്നുണ്ടല്ലോ. ഓക്കെ, നിഖിലേക്ക് കിട്ടിയിട്ടുണ്ട്. സ്വാതിക്ക് സുജാതക്ക് കിട്ടിയിട്ടുണ്ടോ? സുജാത, ഗ്രാബ് സംതിങ് ദാറ്റ് ഈസ് ഷാർപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും. ഓ, കത്രിക. അതെന്താണ് അമൃത? ഇത് ടിഷ്യൂ ഹോൾഡർ ആണ്, പക്ഷെ നല്ല ഷാർപ്പാണ്. ഷാർപ്പാണ്. അതെന്താ? ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ്. സഹദ, അതെന്താണ്? ഷാർപ്പ് ഒബ്ജക്ട്സ് ആണ് മൊത്തത്തില്. എന്താണ്? ഒന്നും അതെ, അഞ്ജു ഓടി നടക്കുന്നുണ്ട്. അഞ്ജുവിന് കിട്ടിയിട്ടുണ്ട്. എന്താ? പിന്ന് സേഫ്റ്റി പിന്ന്. ഓക്കെ. സുജാത കിട്ടിയോ ഷാർപ്പ് ഐറ്റംസ്? ഫസ്റ്റ് കിട്ടി. കത്രിക. Okay, next one. Can we have the next slide? Okay, headset. ഹൈദരലിമിനെ ഹെഡ്സെറ്റ് വെച്ചാണ് ഇരിക്കുന്നത്. കിട്ടിയിട്ടുണ്ട്. നിഖില ഭയങ്കരായിട്ട് ഓടി നോക്കുന്നുണ്ട്. സാഹചര്യത്തിനടുത്ത് എണീച്ച് പോയി എടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. സഹദ എല്ലാ സംഭവം റെഡിയാക്കിയതാണ് ടേബിളിന്റെ അടുത്ത്. പക്ഷെ ഇത് മാത്രം മറന്നുപോയോ? ഹെഡ്സെറ്റ് മാത്രം പാളിപ്പോയി. ഓക്കെ, സുജാത കിട്ടിയോ ഹെഡ്സെറ്റ്? അവിടെ മുറിയിലായിരിക്കുന്നത്. കിട്ടിയോ? ഓക്കെ, സ്വാതിക്ക് കിട്ടിയിട്ടുണ്ട്. ബാഗില്ല. ഷാരോൺ വന്നല്ലോ. ഷാരോൺ ബാഗ് ടിക്കില് കാണിച്ചോളൂ. ബാഗ് എന്ത് ബാഗായാലും പ്രശ്നമില്ല. അഞ്ജലിക്ക് കിട്ടിയിട്ടുണ്ട്, നിഖിലേക്ക് കിട്ടിയിട്ടുണ്ട്, സ്വാതി നിഖിലേക്ക് കിട്ടിയിട്ടുണ്ട്, പ്രവീണയ്ക്ക് കിട്ടിയിട്ടുണ്ട്, ബാഗ് ഇവിടെ ശ്രീജയ്ക്ക് കിട്ടിയിട്ടുണ്ട്, പ്രിയങ്കയ്ക്ക് ഓടിപ്പോയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല അടിപൊളി ബാഗൊക്കെയാണല്ലോ സ്ക്രീനിൽ കാണുന്നത്. എല്ലാവരുടെയും ബാഗ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി ബാഗിന്റെ കളക്ഷൻസ് പോലെ ആയിട്ടുണ്ടല്ലോ. നല്ല ബാഗ്. ഏതാണ് ചൂസ് ചെയ്യാ നമുക്ക്? ഓക്കെ, വെരി ഗുഡ്. Can we have the last one? The last one ആണ്. Okay, grab something that is soft ആയിട്ട്. നമ്മൾ നേരത്തെ ഷാർപ്പ് പറഞ്ഞു, അതുപോലെ നെക്സ്റ്റ് വൺ സോഫ്റ്റ് വൺ. ബെഡ് തലോണയാണോ? തലയണയാണോ? അതെന്താണ്? അതെന്താണ്? ക്ലോത്ത്. അതെന്താണ്? ഫേസ് വാഷാ? ഫേസ് വാഷ്. എല്ലാ ടോയ്സും. പ്രിയങ്ക ടോയ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടിക്ക് തിരിച്ചു കൊടുക്കണേ. ഉടമസ്ഥരെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് കേട്ടോ ഈ സാധനമൊക്കെ. എന്താണ്? പില്ലോ ആണോ? ടിഷ്യൂ. ടോയ്സ് ഒന്നും തന്നില്ല അഞ്ജു. കോട്ടൺ. ഹൈദരലി ടവലാണോ അത്? സഹായിക്കാൻ വന്നതായിരുന്നു. അതെ. അപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലേ? അമ്പിളിപ്പുതപ്പോ? എന്താണ്? ആത്മാർത്ഥതയാണ് അങ്ങേയറ്റം നമുക്ക്. ഇത് കഴിയുമ്പോൾ വീട് അടക്കി പെറുക്കി വെക്കേണ്ട അവസ്ഥ വരുമോ? ഓക്കെ, that's a good game. Thank you so much for screen sharing. How was the game? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ സെഷൻ എൻജോയ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ ബേസിക്കലി ഉദ്ദേശിച്ച് നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ, നിങ്ങളുടെ ഫേസ് ഒക്കെ ഒന്ന് ഫെമിലറൈസ്ഡ് ആവുക, ബാച്ചിലുള്ള ബാക്കിയുള്ളവരൊക്കെ ഒന്ന് നിങ്ങളെ കാണുക എന്നുള്ളൊക്കെ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു സെഷന്റെ ഒരു പിൻപിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിട്ട് വെച്ചത്. നമുക്ക് അങ്ങോട്ടേക്കുള്ള എല്ലാ സെഷൻസും തന്നെ ഫോമൽ സെഷൻസുകളായിരിക്കും. അതായത് നമ്മൾക്കുള്ള ഇനി വരുന്നത് ഇഗ്നോനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ, അതുപോലെ തന്നെ ലാൻഡ്വൈസിനെ പറ്റിയിട്ടുള്ളത്, ഫസ്റ്റ് ഇയർ സിലബസുകളുടെ മൊത്തമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് സിലബസ് സ്ട്രക്ചേഴ്സ് നമ്മൾ നോക്കുന്നുണ്ടാവും. ഏതൊക്കെ പോസ്റ്റ് റിക്വയർമെന്റ്സ് എന്താണെന്നൊക്കെ നോക്കുന്നുണ്ടാവും. ഇന്റേൺഷിപ്പ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ, കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ നിങ്ങൾ പലരും പറഞ്ഞല്ലോ
കാര്യങ്ങളും പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള പല ഇൻഫോർമേറ്റീവ് സെഷൻസുകളായിരിക്കും ഇനി വരുന്നത്. പിന്നെ നമ്മൾക്ക് ഒറ്റ ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളുടെ ഈ ഒരു എനർജി, ഈ ഒരു enthusiasm, ഈ ഒരു നിങ്ങളുടെ സ്ക്രീനിലുള്ള നിങ്ങളുടെ വന്നിരിക്കാതെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത് ചെയ്യണേ. ഐസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഐ ഹോപ്പ് കേൾക്കാമോ? ഓക്കെ ഓക്കെ, ഐ തിങ്ക് സോ ഇൻ ബിറ്റ്വീൻ ഹോസ്റ്റ് മ്യൂട്ട് ചെയ്തോണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ഇനിയുള്ള സെഷൻസുകളെല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസുകളാണ്. അപ്പൊ നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഐസ് ബ്രേക്കിംഗ് സെഷൻ നമ്മൾ കംപ്ലീറ്റ്ലി ബാച്ചിനെ മൊത്തം പരിചയപ്പെടുക, ഒന്ന് നിങ്ങളൊന്ന് ആക്റ്റീവ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ആ ഫസ്റ്റ് സെഷൻ എന്നുള്ള രീതിയിൽ ആഫ്റ്റർ ഫസ്റ്റ് സെഷൻ നമുക്കറിയാം റെഗുലർ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് നേരെ പോയിട്ട് ഇതുപോലെ തന്നെ എല്ലാവരും ആദ്യത്തെ ദിവസം നമ്മൾ എല്ലാവരും ചെയ്യുന്നതല്ലേ, സാധാരണ ക്ലാസ്സിലൊക്കെ, സാധാരണ ക്ലാസ് അല്ല, നിങ്ങളിപ്പോ ഒരു സ്കൂളിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്താൽ പോലും നമ്മൾ അവിടെ ക്ലാസ് റൂമിൽ ചെല്ലുന്നു, അവിടുത്തെ കുട്ടികളെ നമ്മളുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുന്നു, എവിടെന്നാ വരുന്നതെന്ന് അറിയുന്നു, അവരെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു, ക്ലാസ് ടീച്ചേഴ്സിനെ നിങ്ങൾ പരിചയപ്പെടുന്നു അല്ലെ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ പലർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം, ചിലർക്ക് ചിലപ്പോൾ നമ്മൾ വീഡിയോ ഓൺ ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം. പിന്നീടുള്ള സെഷൻസുകളിൽ നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് സെഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിഞ്ഞേക്കൊള്ളുന്നുണ്ട്. ഹൗ ഡു യു ഫീൽ? നിങ്ങൾ ഇതിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നു, അതിനുശേഷം ഒരു ഫസ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്തു, ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ ഫീഡ്ബാക്സ് ആണ് ഓഫ് കോഴ്സ് നമ്മൾ അടുത്ത സെഷൻസിലേക്ക് എല്ലാത്തിലും നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു നോ ദ ഫീഡ്ബാക്ക് ഫ്രം യു ഓൾ. എങ്ങനെയുണ്ട്, നിങ്ങൾ എൻജോയ് ചെയ്തോ? ഹൗ വാസ് അബൌട്ട് ഇറ്റ്? നിങ്ങളിപ്പോൾ കുറെ വർഷത്തിന് ഗ്യാപ്പിന് ശേഷമൊക്കെ ആയിരിക്കും നിങ്ങൾ സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. സോ ആരാണ് ആദ്യം പറയാ ഫീഡ്ബാക്ക്? നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് പറയാം. ആരാണ് ആദ്യം പറയാം? അതെ, ആരാണ് ആദ്യം വരുന്നത്? പറയാ. ഓക്കെ, ഞാൻ പറയാം, പ്രവീണ. ഓക്കെ, യെസ്. സോ ആസ് എ ട്രെയിനർ ഞാനൊരു സെഷൻ എപ്പോഴും എടുക്കുന്ന ഒരു 40 minutes ആണ്. കാരണം അതിൽ കൂടുതൽ ഒരാളുടെ അറ്റൻഷൻ സ്പാൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് ലാസ്റ്റ് 1.5 hour ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എൻജോയിങ് ആയിരുന്നു. സെഷൻ ഭയങ്കര പ്ലാൻഡ് ആൻഡ് എൻഗേജ്ഡ് ആയിരുന്നു, ഒരു ടൈം പോലും വേസ്റ്റ് ആയില്ല. സോ ഓവറോൾ ഇറ്റ് വാസ് ഗുഡ്. താങ്ക് യു സോ മച്ച്. പ്രവീണയുടെ കുറിച്ച് സെഷൻസ് നമുക്ക് വെക്കേണ്ടിയിരിക്കുന്ന ഭാവിയിലെ. പ്രവീണ നോട്ട് ചെയ്തോളൂ കേട്ടോ ഹന മാം. ഓക്കെ, സോ നെക്സ്റ്റ് ആരാണ് പറയാ? വോളണ്ടറി യു. ഇനി നിങ്ങൾക്ക് തിരക്കിലായിരുന്നു. ഞാനിപ്പോഴാ വീട്ടിൽ വന്നേ. ഇൻട്രൊഡക്ഷനും ഫീഡ്ബാക്കും ഒരുമിച്ച് പോരട്ടെ. എന്റെ പേര് ഷാരോൺ. ഞാന് ഇവിടെ അക്കൗണ്ടന്റ് ആയിട്ട് പാലായിലാണ് വർക്ക് ചെയ്യുന്നതും പാലായിലാണ് വീട്, കോട്ടയത്ത്. ഞാൻ നേരത്തെ ഒരു സോഫ്റ്റ്വെയർ ട്രെയിനർ ആയിരുന്നു, മീൻസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ട്രെയിനർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി നോക്കുന്നുണ്ട്. ഫീഡ്ബാക്ക് പറയാനാണ്. സത്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. സത്യത്തിൽ ഞാൻ തുടക്കം മുതലേ കണ്ടിട്ടുണ്ടായിരുന്നു മുഴുവൻ, പക്ഷെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. മുഴുവൻ ബസ്സിലും ഇതൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. അതുകൊണ്ട് അതെ, അപ്പം മൊത്തത്തിൽ ഞാൻ എൻജോയ് ചെയ്തു. മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നു, സ്കിപ്പ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, മൊത്തം കണ്ടു. എന്തോ ഇതുപോലെ ഇങ്ങനെ ഓൺലൈനിൽ എൻജോയ് ചെയ്ത് യാത്ര ചെയ്തിട്ടുണ്ടാവോ? ഇടയ്ക്ക് കട്ടായി പോകുമ്പോ പെട്ടെന്ന് തിരിച്ചു വരാണ്ട് ഒരു പ്രത്യേക ഒരു നല്ല വൈബായിരുന്നു. നല്ലതായിരുന്നു. എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു കുഴപ്പമുള്ളൂ. അതെ, അത്ര എഫേർട്ട് എടുത്തു, യാത്രയിലായാലും ഫുൾ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. Can we have the 2 more feedbacks? നമുക്ക് 2-3 ഫീഡ്ബാക്സും കൂടെ നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഒത്തിരിയേറെ എൻജോയ് ചെയ്തു. ആഫ്റ്റർ ലോങ് ടൈം ആണ് ഞാൻ ഇങ്ങനെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. വളരെ സന്തോഷം തോന്നി. ആക്ടിവിറ്റീസ് എല്ലാം ഒന്നും പങ്കെടുക്കാൻ പറ്റിയില്ല എങ്കിലും ത്രൂ ഔട്ട് സെക്ഷൻ ഒത്തിരി എൻജോയ് ചെയ്തു. ഹെൽപ്ഫുൾ ആയിരുന്നു, എനർജറ്റിക്. താങ്ക് യു. സോ ഇനി ആരാ പറയാ? അമൃത ഒന്ന് പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? ഹൗ ഡു യു ഫീൽ? അമൃത ആയിരുന്നല്ലോ, നമുക്ക് കുറെ പാട്ടൊക്കെ പാടി. ഞാൻ ആദ്യം ഓറിയന്റേഷൻ എന്ന് വിചാരിച്ചപ്പം ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ ഇത്രയും ഫണ്ണാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ്. ആൻഡ് ഞാൻ കുറച്ചു നേരം മുന്നെയാണ് ആ പാട്ട് പാടുന്നതിന് മുന്നേ വീട്ടിൽ കയറി വന്നത്. അപ്പൊ അതിനു മുന്നത്തൊക്കെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഇതില്
പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ എല്ലാവരും മീറ്റ് ചെയ്ത് പല ഏജ് ഉള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ ഉള്ളത്. സോ അവർക്കൊക്കെ ഈ ഒരു കോഴ്സ് എടുക്കണം എന്ന് തോന്നിയത് ഈ കോഴ്സ് അത്രയ്ക്കും വലിയൊരു ഇതായത് കൊണ്ടാണല്ലോ ഈ MA സൈക്കോളജി. ആൻഡ് ഇപ്പോഴത്തെ ഒരു കാലത്തിൽ ഇത്രയും ഭയങ്കര മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആൻഡ് ഫീൽഡ് ആണ് സൈക്കോളജി. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ ഇതില് കോമ്പീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ഫൺ. നല്ലതായിരുന്നു. സോ ക്യാൻ വി ഹാവ് ദ ലാസ്റ്റ് ഫീഡ്ബാക്ക്? ഒരു ഫീഡ്ബാക്കും കൂടി നമുക്ക് എല്ലാവർക്കും പറയാനുള്ള സമയമില്ലല്ലോ. ആരാണ് ഒരാളും കൂടി വോളണ്ടിയർ ചെയ്യും? ആരാണ് സംസാരിക്കാം? കമോൺ, ഇത്രയും സെഷൻസ് ഇത്ര ഇന്ററാക്റ്റീവ് ചെയ്തിട്ട് ഇനിയും കോൺഫിഡൻസ് ഇല്ലേ സംസാരിക്കാൻ? അതെ ഹൈദർ അലി സംസാരിക്കാൻ വരുന്നുണ്ടോ? കേക്കാവോ? കേൾക്കാം. ഞാൻ രാവിലെ 6 മണി മുതൽ യാത്രയിലായിരുന്നു. ജസ്റ്റ് 7:00 വീട്ടിലെത്തിയത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കയറി ഇരുന്ന് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ ഫുൾ ടൈം ഇരുന്നു. നല്ല ഫണ്ണായിരുന്നു. ഓൺലൈൻ ഗെയിം നല്ല രസമുണ്ട്. ഞാൻ ഓൺലൈൻ ഗെയിമൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇതൊന്നും എൻ്റെ ഇതിലില്ല. ഒന്ന് സിസ്റ്റമാറ്റിക് ആയിരുന്നു. വളരെ പ്ലാൻഡ് ആണ് നിങ്ങൾ. വളരെ ടൈമൊന്നും വേസ്റ്റ് ആവാതെ കറക്റ്റ് ഓരോന്നോരോന്ന് പരമാവധി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. വെരി ഫൈൻ, വെരി പ്ലാൻഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഓൺലൈൻ നോട്ട് ചെയ്തോളൂ. ഹൈദരലിനെ നമുക്ക് ഇനിയുള്ള ഇൻഫോർമൽ സെഷൻസുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യിപ്പിക്കാം. നെക്സ്റ്റ് ആരാണ് വരിക? ലാസ്റ്റ് സംസാരിക്കാൻ എനിക്ക് ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും കൂടി എനിക്ക് കേൾക്കാൻ ആഗ്രഹം. അതല്ല, ഞാനും ഇതേപോലെ ഇപ്പൊ ഹൈദരാലി സാർ പറഞ്ഞ പോലെ തന്നെ ഞാനും കുറച്ചു നേരം ഇരുന്ന് മെല്ലെ പോവാ. കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ ഇത് ഇരുന്ന് കഴിഞ്ഞപ്പോ പിന്നെയും ഇതില് ജോയിൻ ചെയ്യണം എന്നുള്ള ഒരു രസം. നന്നായിരുന്നു. നല്ലതായിരുന്നു. ഞാനും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഏതായാലും നല്ല എനിക്ക് മുഖം കണ്ടപ്പോഴേ തോന്നി എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്. ആ ഒരു ഹാപ്പിനെസ് ഫേസിലുണ്ടായിരുന്നു. അതാണ് ഞാൻ കറക്റ്റ് പിക്കപ്പ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. സോ അപ്പോൾ നമുക്ക് ടൈമിന്റെ പരിമിതി ഉള്ളതിന് എല്ലാവരുടെ അടുത്തേക്കും പോകുന്നില്ല. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഈ സെഷൻസിൽ ജോയിൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി അടുത്ത സെഷൻ നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾ നമുക്ക് ഒരു ലിൻസി മാം നമുക്കൊരു ചെറിയൊരു ടാസ്ക് കൂടി ഉണ്ട്. അത് ഒരു മാം ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരു ചെറിയൊരു ആക്ഷൻ ടാസ്ക് കൂടി ഉണ്ട്. ഇതാണ് നിങ്ങളുടെ ആക്ഷൻ ടാസ്ക് ഓഫ് ദി ഡേ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിത് ഒന്ന് ഇൻസ്ട്രക്ഷൻസ് ആണ്, ഇതൊന്ന് ഫില്ല് ചെയ്തിട്ട് മെന്റർക്ക് അതായത് മെന്റർക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഇൻസ്ട്രക്ഷൻസ് എന്ന് വായിക്കും. വെൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് മേക്ക് ഷുവർ ടു മെൻഷൻ ദ നെയിം. അതിന്റെ എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ടോ വായിക്കൂ. നിങ്ങൾക്ക് മെന്റേഴ്സ് ഷെയർ ചെയ്ത് തരും കേട്ടോ. നിങ്ങളുടെ മെന്റർ ആരാണോ നിങ്ങൾക്ക് അവർ ഷെയർ ചെയ്ത് തരും കേട്ടോ. ഈ PDF ഫയൽ ബേസിക്കലി നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഓരോ ദിവസവും ഒരു ആക്ടിവിറ്റീസ് ഉണ്ടാവും സെഷൻസിന്റെ ബേസിസിൽ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ സെഷൻസ് എല്ലാം വെക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതും ഈ പറയുന്ന നിങ്ങളുടെ സ്കിൽസുകൾ, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം ഒക്കെ ബൂസ്റ്റ് ചെയ്യാന്നൊക്കെയുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ മെന്ററിന് ഫയൽ കിട്ടുന്ന സമയത്ത് ആൻസർ ചെയ്ത് കൊടുക്കാം. സോ എല്ലാ ദിവസവും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ഇതിന്റെ ഫയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ സ്ക്രീൻ ഷെയർ. സോ നിങ്ങളുടെ നെക്സ്റ്റ് സെഷൻ നിങ്ങളുടെ മെന്റേഴ്സ് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഐ തിങ്ക് സോ 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അടുത്ത സെഷൻ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഡേറ്റും കാര്യങ്ങളും ടൈമും എല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പൊ ഈ മെസ്സേജിന് ഇൻഫർമേഷൻ കിട്ടിയത് അതുപോലെ തന്നെ കിട്ടുന്നതായിരിക്കും. വെരി ഇമ്പോർട്ടന്റ് സെഷൻസ് ആണ് ഇനി വരുന്നതെല്ലാം. ആരും സ്കിപ്പ് ചെയ്യരുത്. നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സുകളും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഓരോ സെഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഒരു സെഷൻസ് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക.